السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ 54-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. ഇൻഷാല്ലാ ഇന്ന് 55 മുതൽ 57 വരെ ഇൻഷാല്ലാ നമ്മൾ ബനി ഇസ്രായേൽ അള്ളാഹു സുബ്ഹാനഹു തആല ഫിർഔന്റെ കയ്യിൽ നിന്ന്, ഫിർഔന്റെ ആളുകളുടെയും കയ്യിൽ നിന്ന്, അല്ലെ, അവരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ബനി ഇസ്രായേൽ, അതിനുശേഷവും അള്ളാഹു സുബ്ഹാനഹു തആല ഇത്രയും വലിയ ഒരു നിഅമ അവർക്ക് കൊടുത്തതിന് ശേഷവും അവർ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ കണ്ടത്, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് പകരം അവരുടെ കൈകൾ കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു പശുക്കുട്ടിയെ ആരാധിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക്. എന്നിട്ട് അതിനുശേഷം പോലും അൽബാരി ആയ, അത്തവാബായ, റഹീമായ റബ്ബ് എങ്ങനെയാണ് അവർക്ക് പുറത്തു കൊടുത്തത്? ഇത്രയും എന്താ പറയാ, തീവ്രമായ, കഠിനമായ, ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്കായ ഷിർക്ക് ചെയ്തിട്ടും, അല്ലെ, അത് നമ്മൾ കണ്ടു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അടുത്തത് ഇനി എന്ത് അനുഗ്രഹങ്ങളാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്, എന്തൊക്കെ അഹങ്കാരങ്ങളാണ് അല്ലെങ്കിൽ അനുസരണക്കേടുകളാണ് അവർ കാണിച്ചത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആയത്തുകളിൽ കണ്ടിന്യൂ ചെയ്യാം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرًا فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ. 55-ാമത്തെ ആയത്താണ്. ഓ മൂസ, ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നതുവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടുത്തി നിങ്ങളെ പിടികൂടി. ഓക്കെ, വേർഡ് അനാലിസിസിലേക്ക് പോവാം. വഇദ് കുൽത്തും, വഇദ് നമ്മൾ പറഞ്ഞു, ഉസ്കുറു ഇദ്, അല്ലെ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അതിനകത്തൊരു ഉസ്കുറു എപ്പോഴും ഉണ്ടാവും വഇദ് പറയുമ്പോൾ. കുൽത്തും, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് എന്താ പറഞ്ഞത്? യാ മൂസ, ഏ മൂസ അലൈഹി ഇസ്ലാമിനെ അവർ വിളിക്കുന്നതാണ്. ലൻ നുഅ്മിന, ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥം. നെഗറ്റീവ് ആണ് വെച്ചാണ് നോ എന്ന് പറയുന്നത് ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥം വരുന്നത്. ഇംഗ്ലീഷിൽ നെവർ ആണ് ലൻ, ഒരിക്കലുമില്ല. നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നതേയല്ല, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതിലെ നു എന്ന് പറയുന്നതാണ് അവിടുത്തെ ഞങ്ങൾ എന്ന് അർത്ഥമാക്കുന്നത്. നുഅ്മിനു എന്ന് പറയുമ്പോൾ ഹംസ മീം നാൻ, അല്ലെ, അമന, ഈമാൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നതേ അല്ല. എന്ത്? ലക്ക, നിന്നെ. ലാമ പ്ലസ് കാഫ് ആണ്. ക എന്ന് പറഞ്ഞാല് ഒരാള്, സിംഗുലർ ആയിട്ടുള്ള നീയാണ് ക. ഓക്കെ, ലക്ക, നിന്നെ. ഹത്ത, എന്ത്? ഒരു സമയം വരേക്കും, എന്തോ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, അത് നടക്കുന്നത് വരേക്കും. ഓക്കെ, നറോ എന്ന് പറയാൻ ഞങ്ങൾ കാണുന്നു. നറോ, റോ ഹംസ യ, അതിൽ നിന്നാണ് നറോ വന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ നൂനാണ് ഞങ്ങൾ എന്ന് അർത്ഥം വരുന്നത്. ഓക്കെ, നറോ, ഞങ്ങൾ കാണുന്നത് വരേക്കും. ആരെ? അള്ളാഹുവിനെ. എങ്ങനെ കാണണം? ജഹ്റതൻ, പ്രത്യക്ഷമായിട്ട്. അവർക്ക് ഇങ്ങനെ കാണണം കണ്ണിന്റെ മുന്നിൽ. സുബ്ഹാനല്ലാഹ്. ജീം ഹ റോ, ഓക്കെ, റൂട്ട് ലെറ്റേഴ്സ്. ഫഅഖദത്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ പിടികൂടി. ഹംസ ഖ ദാൽ, നമ്മൾ കുറേ പ്രാവശ്യം ഈ ഒരു റൂട്ട് കാണുന്നത്, അല്ലെ, കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായിട്ട്. അഹദ, അപ്പം അപ്പോൾ, അഹദ അത് പിടികൂടി, അഹദത് അത് പിടികൂടി, കും നിങ്ങളെ, അപ്പോൾ അത് നിങ്ങളെ പിടികൂടി. എന്താ പിടികൂടിയത്? അസ്സാഇഖ, എന്താണ്? ഇടിത്തി. സ്വാദ് ഐന ഖാഫ്, ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റൂട്ടാണ്. വ അൻതും, എന്നാൽ നിങ്ങളാവട്ടെ എന്താണ് അവർ ചെയ്തത്? തന്തുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കുകയാണ് ഇത് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. നൂന് ദോദ് റോ, നദറ എന്ന് പറഞ്ഞാൽ കാണുക. ഇവിടെ ആദ്യത്തിലെ ത, അവസാനത്തെ വാവ്നൂനാണ് നിങ്ങൾ എല്ലാവരും എന്ന അർത്ഥം വരുന്നത്. ആ വാവ്നൂൻ ഇല്ലായിരുന്നെങ്കിൽ, തന്തുറു ആയിരുന്നെങ്കിൽ നീ നോക്കി എന്നായനെ. നമ്മൾ കഴിഞ്ഞ എക്സാമിന് ഇതുപോലൊരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തഷ്കുറു, അല്ലെ. പലർക്കും കൺഫ്യൂഷൻ ആയി എന്ന് പറഞ്ഞു. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത സ്പെഷ്യൽ ക്ലാസ്സിൽ ചെറിയ തോതിൽ ഇതുപോലെയുള്ള ഗ്രാമർ കാര്യങ്ങളും
റൂട്ട് ലെറ്റേഴ്സിന്റെ ടിപ്പുകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ സെഷൻ നടത്തണം. അത് ഹെവി ആയിട്ട് ഗ്രാമർ പഠിക്കാനൊന്നല്ല, എന്നാലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്നതാണ് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഗ്രാമറിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടിപ്സ് ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് വെക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അമീൻ. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. നമ്മൾ ഈ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, ഒരാളുടെ സജഷൻ കിട്ടിയത് കൊണ്ട്. റൂട്ട് ലെറ്റർ കഴിഞ്ഞ ഉടനെ തന്നെ തഫ്സീർ ആണെങ്കിൽ എഴുതാനും മനസ്സിലാക്കാനും കുറച്ചും കൂടെ എളുപ്പമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബനി ഇസ്രായേല് ഫിർഔന്റെ അടിമകളാണ് അല്ലെ, ഫിർഔന്റെയും ആളുകളുടെയും അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചു, കടൽ അവർക്ക് വേണ്ടി പിളർത്തി അല്ലെ, അവര് സേഫ് ആയിട്ട് അവർ ക്രോസ് ചെയ്തു. ഫിർഔൻ അവളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ഫിർഔനും ആളുകളും മുങ്ങി ചത്തു. എന്നിട്ട് അവര് തിരിച്ച് ഇപ്പുറത്തെ കരയിൽ എത്തുകയാണ് അല്ലെ. അങ്ങനെ ബനി ഇസ്രായേൽ സീന താഴ്വരയിൽ എത്തി. അവരവരുടെ ജീവിതം ഇങ്ങനെ തുടരുന്നതിന്റെ അടുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ച് മൂസ അലൈഹി ഇസ്ലാമിന് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥം അല്ലെ തൗറാത്ത് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി, ബനി ഇസ്രായേലിന് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം കൊടുത്തു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം പോയ സമയത്ത് അവര് ഈ പശുക്കുട്ടിയെ ആരാധിച്ചു അല്ലെ. തിരിച്ച് മൂസ അലൈഹി സ്വലാം വന്നപ്പോൾ അവരുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു, സ്നേഹത്തോടു കൂടി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിങ്ങൾ പൊറുക്കലിനെ തേടണം. അങ്ങനെ അവര് തൗബ ചെയ്തു, പണിഷ്മെന്റും കിട്ടി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു അല്ലെ. അപ്പം ബനി ഇസ്രായേലിന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന മൂസ അലൈഹി ഇസ്ലാം എന്തുകൊണ്ടാ വന്നത്? തൗറാത്ത് കൊണ്ടിട്ടല്ലേ. അപ്പം മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് പറയണ, കണ്ടോ എന്താ എന്റെ കയ്യിൽ ഉള്ളത് നോക്കല്ലേ, സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംസാരിച്ചു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു കൊടുത്തയച്ചതാണ് ഇത്, നിങ്ങളുടെ ഹിദായത്തിന് വേണ്ടി അല്ലേ. മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാള് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്താ അല്ലെ. നമ്മൾ ഇമാജിനേഷനിലേക്ക് വരാം. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ദുആക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ എന്തൊരു ഇമോഷണൽ ആവാറുണ്ട് അല്ലെ. ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മളുടെ റിഫ്ലക്ഷൻ സെഷനിൽ ഒരുപാട് ആളുകൾ ഇതുപോലത്തെ ഇമോഷൻസ് അവരിങ്ങനെ ഓവർഫ്ലോ ചെയ്യായിരുന്നു അല്ലെ, കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ, നമ്മൾ തേടിയ ദുആകൾക്ക് ഉത്തരം കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, എന്താ നമുക്ക് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് അല്ലെ. ഇതേപോലെ നമ്മൾ ചിലപ്പോൾ ദീൻ പഠിക്കാൻ വേണ്ടി വെറുതെ മനസ്സിൽ ആഗ്രഹിച്ചപ്പം നമ്മളെ കണ്ണിന്റെ മുമ്പിൽ അതിനുള്ള അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് ഇട്ടതായിട്ടുള്ള എന്താണ് അനുഭവങ്ങൾ ഇവിടെ എല്ലാവർക്കും ഉണ്ട് അല്ലെ. ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം എങ്ങനെ ഇത് നടക്കുന്നു എന്ന് തോന്നുന്ന പോലെ, ചിലപ്പോൾ വാട്സപ്പിലെ ഒരു മെസ്സേജ് ആവാം, യൂട്യൂബിലെ ഒരു ഫ്ലാഷ് ചെയ്ത ഒരു ആഡ് ആവാം അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകൾ വഴിയാവാം. അപ്പൊ നമുക്ക് എത്ര സന്തോഷം, നമ്മളൊക്കെ ഇത് പ്രകടിപ്പിക്കാറുണ്ട് അല്ലെ. പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാനത് വിചാരിച്ചിട്ടേ ഉള്ളൂ അള്ളാഹു അതിലേക്ക് എത്തി, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി വിചാരിച്ചിട്ട് അള്ളാഹു എനിക്ക് ഒരുപാട് തന്നു അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. അപ്പം ഇങ്ങനെ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരം നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള, സത്യത്തിന് വേണ്ടിയുള്ള തേട്ടത്തിന് അള്ളാഹുവിന്റെ ഉത്തരം ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആവുന്നുണ്ട് അല്ലെ, നമ്മൾ എത്ര ഇമോഷണൽ ആവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ വളരെ വിശ്വസിക്കുന്ന ഒരാള് നമ്മളെ അടുത്ത് നേരിട്ട് വന്നിട്ട് ഇതാ അള്ളാഹ് നിനക്ക് കൊണ്ടുവന്ന് തന്ന മെസ്സേജാന്ന് പറയുമ്പോലെ സുബ്ഹാനല്ലാഹ്, എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും നമുക്ക്. ഇവിടെ പ്രത്യേകിച്ച് ബനി ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇത് ആരോ വന്ന് പറഞ്ഞതല്ല, അവരെ വർഷങ്ങളുടെ പീഡനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് അവരുടെ മൂസ അലൈഹിസ്ലാം വന്ന് അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ് മൂസ അലൈഹി ഇസ്ലാം അല്ലെ. മൂസ അലൈഹി ഇസ്ലാം വന്ന് പറയാണ് എന്ത്, ഇതാ അള്ളാഹു നിങ്ങൾക്കായിട്ട് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ബനി ഇസ്രായേൽ എന്താണ് മറുപടി പറയുന്നത്? വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, ഹേ മൂസ, ലൻ നുഅ്മിന ലക, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല നിന്നിൽ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് ഒരിക്കലും സ്വീകരിക്കാൻ പോണില്ല. തൗറാത്ത് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പം ബനി ഇസ്രായേലിൽ കുറച്ചാൾക്കാർ അവരുടെ ശിക്ഷ വാങ്ങിയിട്ട്
മരിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റെഫറൻസ് ഉണ്ട് നമ്മൾ കണ്ടു അല്ലെ കഴിഞ്ഞ ആയത്തിൽ. ഇനി ബാക്കി കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അവരെടുത്ത് തൗറാത്ത് കൊടുത്തിട്ട് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞപ്പം ഇത് അള്ളാഹുൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറയണ ലെൻ നുഅ്മിനലക. നുഅ്മിന ഹംസ മീം നൂൻ നമ്മൾ പറഞ്ഞു ഈമാൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഈമാൻ എന്നുള്ള വാക്കിന് അത് കഴിഞ്ഞിട്ട് ലാം വരുമ്പോൾ ഇവിടെ നുഅ്മിന ലക്കയാണ് അല്ലെ. ഈമാൻ കഴിഞ്ഞിട്ട് ഈമാൻ കഴിഞ്ഞിട്ട് ലാം വരാണ്. അപ്പം അതിന്റെ അർത്ഥം ആരെങ്കിലും ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യം സ്വീകരിക്കുക, അനുസരിക്കുക എന്നൊക്കെ ആയിട്ട് മാറും. നമ്മൾ ഡയറക്റ്റ് വിശ്വസിക്കുക എന്ന് പറയുന്നതിനേക്കാളും ആ ഒരാൾ പറയുന്ന കാര്യത്തിന് സ്വീകരിക്കുക, അതിനെ ലിസൺ ചെയ്തിട്ട് സ്വീകരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും ഈമാൻ എന്നുള്ള വാക്കിന് ശേഷം ലാം വന്നു കഴിഞ്ഞാൽ. അപ്പം അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇതൊന്നും കേൾക്കാൻ പോണില്ല, ഇത് അള്ളാഹ് തന്ന ബുക്കാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഇതൊന്നും പോവില്ല, നമ്മൾ സ്വീകരിക്കൂല. ഹത്ത ഏതോ ഒരു കാര്യം വരെ അവരൊരു കാര്യം അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? നറദോഹ, ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. നറ റോ ഹംസ യ റയു എന്ന് പറഞ്ഞാല് കാണലാണ്, കാണുക എന്നുള്ള പ്രോസസ്സ്. അപ്പം അള്ളാഹു സുബ്ഹാന തആലയെ ഞങ്ങൾ കാണുന്നത് വരെ നീ പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കാൻ പോണില്ല, ഞങ്ങൾ സ്വീകരിക്കാൻ പോണില്ല. അത് എങ്ങനെ കാണണം? ജഹ്റതൻ, വളരെ പ്രത്യക്ഷമായിട്ട്. ജഹ്റ ജീം ഹാറ. ജഹ്റ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കെ പറയാ, കാണേ ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം ഒരാൾ കേൾക്കുന്ന രീതിയിൽ പറയുന്നതിനാണ് ജഹ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾ കാണുന്ന രീതിയിൽ ചെയ്യുന്നതിന്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ എല്ലാവരും നിൽക്കുന്നിടത്ത് വന്ന് നിന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്വകാര്യം പറയാം, ആരും കേൾക്കൂല അല്ലെ എന്താ ഞാൻ പറയുന്നതെന്ന്. അതുപോലെ ഒരു ക്ലോസ് റൂമിൽ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാം, നിങ്ങളൊക്കെ പുറത്ത് നിൽക്കുകയാണ്, നമുക്ക് കേൾക്കാൻ പറ്റൂല അല്ലെ. പക്ഷെ നമ്മൾ നേരെ വന്ന് നിന്ന് അല്ലെങ്കിൽ ഒച്ചത്തിൽ പറയുമ്പോൾ പറയുന്നത് കേൾക്കാം. അതേപോലെ നമ്മൾ ഒരാൾ കാണാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരടച്ചിട്ട റൂമിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കാണൂല. പക്ഷെ ഓപ്പൺ ആയിട്ട് ആളുകളുടെ മുമ്പിൽ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് ആളുകൾ കാണേ ചെയ്യുന്നതിനും കേൾക്കേ പറയുന്നതിനും ആണ് ജഹ്റ എന്ന് പറയുന്നത്. നമസ്കാരം 2 തരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലെ. സിർരി സലാഹ്, ജഹ്രി സലാഹ്. സിർരി സലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമാമ് ഖുർആൻ ഖിറാത്ത് പതുക്കെ ഓതുന്ന, അതായത് സൈലന്റ് ആയിട്ട് മനസ്സിൽ ഓതുന്ന അല്ലെങ്കിൽ ശബ്ദം പുറത്തു വരാതെ ഓതുന്ന നമസ്കാരങ്ങളാണ് എന്ത്? സിർരി സലാ, ദുഹറും അസ്റും അല്ലെ. ജഹ്രി സലാ എന്ന് പറഞ്ഞാല് ഇമാമ് മറ്റുള്ളവർ കേൾക്കെ ഖിറാത്ത് നടത്തുന്ന നമസ്കാരങ്ങൾ, അതായത് ഫജ്ർ, മഗ്രിബ്, ഇഷ. എന്തുകൊണ്ടാണ് ഇത് ജഹ്രി എന്ന് പറയുന്നത്? നമ്മളിവിടെ ജഹ്റ എന്നുള്ള വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ. ജഹ്റ എന്ന് അപ്പം അദ്ദേഹം മറ്റുള്ളവർ കേൾക്കെ ഒച്ചത്തില് ചൊല്ലുകയാണ് അല്ലെ, ആളുകൾ കേൾക്കെ പറയുന്നതിനാണ് ജഹരി എന്ന് പറയുന്നത്. അസിറു ഖൗലകും അവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. നമ്മൾ ഡെയിലി ഓതുന്ന ഒരായത്താണ് അല്ലെ സൂറത്ത് മുൽക്കിലെ. അപ്പൊ നിങ്ങൾ അസിറു, സിറാക്കി വെച്ചാൽ അല്ലെ, നിങ്ങൾ മെല്ലെ പറഞ്ഞു കഴിഞ്ഞാലും അവിജ്ഹറു, നിങ്ങൾ ഇനി ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വാക്കുകൾ ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ് റബ്ബ്. അപ്പം അതാണ് ജഹ്റ. അപ്പം നമുക്ക് അള്ളാഹുവിനെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കാണണം എന്നാണ് അവര് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹത്താ നറദ്ദാഹ ജഹ്റ. നേരെ അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ എന്താക്കുള്ളൂ, നീ പറയുന്നതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കുള്ളൂ, അല്ലാതെ ഇതൊന്നും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് അള്ളാഹിൽ നിന്നുള്ള ബുക്കാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെ കണ്ണിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് അള്ളാഹു തന്ന ബുക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിച്ചോളാം. കടൽ അവരുടെ മുന്നിൽ പിളർത്തി കാണിച്ചിട്ട് അല്ലെ, ഇതിനേക്കാളും വലിയ മുഅ്ജിസത്ത്, ഇതിനേക്കാളും വലിയൊരു അത്ഭുതം കാണാനില്ല. തൗറാത്ത് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, അതും തൗറാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഖുർആൻ ഇറങ്ങിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായിട്ട് ആയത്തുകൾ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തതുപോലെ അല്ല തൗറാത്ത് വന്നത്. തൗറാത്ത് എഴുതപ്പെട്ട ലിഖിതമായ രീതിയിൽ ടാബ്ലറ്റുകളായിട്ട്, ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ടാബ് ഇമാജിൻ ചെയ്യാം, കറക്റ്റ് എങ്ങനെയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പറയപ്പെടുന്നത് ടാബ്ലറ്റ് ഫോമിലാണ് അത് വന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ടാബുകൾ ഉണ്ടല്ലോ അതിനകത്ത് എഴുതി എഴുതി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അതുപോലെ എഴുതപ്പെട്ട പ്രീ റിട്ടൺ ആയിട്ടുള്ള ഫോമിലാണ് തൗറാത്ത് വന്നത്. ശരിക്കും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബുക്ക് അന്നത്തെ കാലത്ത്
അതൊന്ന് ആലോചിക്കണം കേട്ടോ. മൂസ അലൈഹി സ്വലാം പോയി എഴുതി കൊണ്ടുവന്നതല്ല. അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട ടാബ്ലറ്റ് ഫോമിലാണ് ഇത് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയാണല്ലോ, ആരും കാണുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചൊല്ലിക്കൊടുക്കുകയാണ്. ഇത് ഇത്തരത്തിൽ വന്നിട്ടും, അതും അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു മുഅ്ജിസത്ത് തന്നെയാണ് അല്ലെ. ഇത്രയും വലിയ അടയാളങ്ങൾ വന്നിട്ടും അവർക്ക് അതൊന്നും പോരായിരുന്നു. അവരുടെ അഹങ്കാരം, അവരുടെ വാശി, അവരെന്താ പറഞ്ഞത്, നമുക്ക് അള്ളാഹുവിനെ കാണണം, എന്നാൽ ഞങ്ങൾ നീ പറയുന്നതൊക്കെ വിശ്വസിക്കാം അല്ലെങ്കിൽ കേൾക്കാം. എന്താ തുടർന്ന് സംഭവിച്ചത്? ഫഅഖദത്കും, പിന്നെ എന്നിട്ട് അത് പിടികൂടി. എന്നിട്ട് അഖദത്ത്, അത് പിടികൂടിക്കും നിങ്ങളെ എല്ലാവരെയും. ഹംസ ഖ ദാൽ, അഖദ. എന്താ പിടികൂടിയത്? അസ്വാഇഖ. സ്വാഇഖ എന്ന് പറഞ്ഞാല് ഇടിത്തി. നമ്മള് അസ്വാഇഖ് എന്നുള്ള ഒരു വാക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മുനാഫിക്കിന്റെ ഉദാഹരണങ്ങൾ, ഉപമകൾ പറഞ്ഞ സമയത്ത് അസ്വാഇഖ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഇഖ എന്ന് പറയുന്നത് അതിന്റെ ഏകവചനമാണ്. സ്വാഇഖ് പ്ലൂറൽ ആണ്, സ്വാഇഖ സിംഗുലർ ആണ്. ഓക്കെ, അപ്പം ഇടുത്തി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു മിന്നലില്ലേ, ആകാശത്ത് നിന്ന് വന്നിട്ട് ഭയങ്കര ശബ്ദത്തോടു കൂടി ഇങ്ങനെ ഭൂമിയിൽ പതിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്നത് കാണാം. അത്തരത്തിലുള്ള എന്താണ്, ഒരു ഇടിയും മിന്നലും കൂടെ വരുന്ന, ശരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു കാര്യമാണ് എന്താ, സ്വാഇഖ എന്ന് പറയുന്നത്. സ്വാഇഖ എന്നുള്ള വാക്ക് ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇടുത്തിയും ശിക്ഷയും അർത്ഥമാക്കുന്ന രീതിയിലാണ് സ്വാഇഖ ഉപയോഗിക്കുന്നത്. ഫഅഖദത്കുമു സ്വാഇഖതു വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ആകാശത്ത് നിന്ന് അതായത് ഈ ഇടുത്തി ഭൂമിയിലേക്ക്, നിങ്ങളുടെ മേലേക്ക് പതിക്കുന്നത്. നിങ്ങൾ വെച്ച ആ ഡിമാൻഡിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്ത തെറ്റിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അല്ലേ നമ്മൾ പെട്ടുപോയേനേന്ന്. ശരിക്കും നമുക്ക് ആ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് അപ്പം തന്നെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ നമ്മളെ കണ്ണ് എന്തായാലും തുറന്നു പോകും അല്ലേ. സുബ്ഹാനല്ലാഹ്, ശരിക്കും കണ്ണ് തുറന്നു പോകല്ലേ. അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച്, പഠിച്ചത് ഇത് എനിക്ക് ഇതിനുള്ള ശിക്ഷയാണോ, എന്നാൽ ഞാൻ തിരുത്തട്ടെ, നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ തോന്നാറുണ്ട് അല്ലേ. അവർക്ക് അപ്പൊ തന്നെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ അവരാ ചെയ്ത അഹങ്കാരത്തിന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഉണ്ടെന്നുള്ളതിന് ഇതിനേക്കാളും വലിയ തെളിവില്ല. ഇതുവരെ തന്നതൊക്കെ ഏറ്റവും വലിയ തെളിവുകളാണ്, ഇതും കൊടുത്തിട്ടുണ്ട് അവർക്ക്. സുബ്ഹാനല്ലാഹ്, അതായത് അവർ കാണാണ് ഇടിമിന്നൽ ഇങ്ങനെ വന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് അവരാളുകൾ തന്നെ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുകയാണ്. ഒരാൾ മരിച്ചു വീഴുന്നത് വേറൊരാൾ കാണാം. അങ്ങനെ മരിച്ച് അവർ വീഴുകയാണ്. അത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അടുത്ത ആയത്ത്, സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ, പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. വാക്കർത്ഥം സുമ്മ പിന്നീട്, ബഅസ്നാകും ഇതൊരു പുതിയ റൂട്ടാണ്. ബഅസ എന്ന് പറഞ്ഞാല് എഴുന്നേൽപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ റെഫർ ചെയ്യുന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആയി എന്ന് പറഞ്ഞു. എന്ന് ആഡ് ചെയ്ത് വരുമ്പം അതെപ്പോഴും നമ്മൾ എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ റെസ്പെക്റ്റോട് കൂടി റെഫർ ചെയ്യുന്ന അല്ലെ, അള്ളാഹുവിന്റെ ആ ഒരു മഹത്വത്തിനെ കൂടെ കാണിക്കാൻ വേണ്ടി നമ്മൾ മുമ്പ് എപ്പോഴും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാണ്. അവിടെ ഞാൻ എന്ന് പറയാതെ നമ്മൾ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഞാൻ എന്ന് പറയുന്നത് അവസാനം യാ ആഡ് ചെയ്തിട്ടാണ്. ഇന്ന പ്ലസ് യാ, ഇന്ന പ്ലസ് ന, ഇന്ന അല്ലെങ്കിൽ ഇന്നന. ഓക്കെ, അപ്പൊ ബഅസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. ഓക്കെ, ബഅസ എഴുന്നേൽപ്പിച്ചു, ഞാൻ കും നിങ്ങളെ. അപ്പം എന്താണ്, നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. മിൻ ബഅദി അതിന് ശേഷം, മൗത്തിക്കും നിങ്ങളുടെ മരണത്തിന്. മൗത്ത് മീം വാത്ത മൗത്ത് പ്ലസ് കും, മൗത്തിക്കും നിങ്ങളുടെ മരണം. ലഅല്ലക്കും നിങ്ങളായേക്കാം. വീണ്ടും അള്ളാഹു ഒരു കാരണം പറയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചത്? തഷ്കുറൂൻ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ട്. ഇവിടെ അഗൈൻ ആദ്യം അവസാനം വാവ്നൂനാണ് നിങ്ങൾ എല്ലാവരും എന്നുള്ള അർത്ഥം വരുന്നത്. തഷ്കുറു ആണെങ്കിൽ നീ നന്ദി കാണിക്കലായെന്നോ ആവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടിയിട്ട്. തഫ്സീർ നോക്കാം. സുമ്മ ബഅസ്നാക്കും പിന്നീട് ഞാൻ എഴുന്നേൽപ്പിച്ചു. ബഅസ്ന
നമ്മൾ പറഞ്ഞു എഴുന്നേൽപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരാൾ മരിച്ചതിന് ശേഷം അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനും കൂടെ ഉപയോഗിക്കുന്ന വാക്കാണ് ബാസ എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു പറയാണ്, പിന്നീട് ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മിൻ ബാദി മൗത്തിക്കും, ആഫ്റ്റർ, അത് നിങ്ങളുടെ മരണത്തിന് ശേഷം. ഓക്കെ, നിങ്ങൾ മരിച്ചു പോയില്ലേ, ഇപ്പം ഈ ഇടുത്തി വന്നിട്ട് നിങ്ങളെ ഓരോരുത്തരായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ഇടുത്തി വരികയും ചെയ്തു, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് ഓരോരുത്തരും മരിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടു. മിൻ ബാദി മൗത്തിക്കും എന്നുള്ള നിങ്ങളുടെ മരണത്തിന് ശേഷം എന്താക്കി, ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മൗത്ത് മീം വാത്ത, മരണം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചിട്ട് അവർക്ക് വീണ്ടും ജീവൻ കൊടുക്കുകയാണ്. അതും പറയപ്പെടുന്നത് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും 1 by 1 ആയിട്ട്, അതായത് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ കാണുകയാണ് അടുത്ത ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിൽ നിന്ന് എണീപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ എന്തൊരു കാഴ്ചയായിരിക്കും അല്ലെ, എന്തൊരു എന്താ പറയാ, ആർക്കെങ്കിലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ നടക്കുന്നതൊക്കെ അല്ലെ. ഓരോരുത്തരും അവനവന്റെ അവരുടെ കണ്ണിൽ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ മരിക്കുകയാണ് അല്ലെ, വാൻസും തന്നൂറു, എന്നിട്ട് അവരെ കാണെ ഓരോരുത്തര് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് ചെയ്തത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് ഞാൻ തന്നു അല്ലെ, അതിന് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. നന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും നന്ദി എന്ന് പറയുന്നത് അൽഹംദുലില്ലാ പറയലല്ല, അൽഹംദുലില്ലാ പെരുമാറലും കൂടെയാണ്, അൽഹംദുലില്ലാ ജീവിക്കലും കൂടെയാണ് നന്ദി. നമുക്ക് അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ട്. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് നന്ദി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണയുള്ളവരായിരിക്കുക. അള്ളാഹു, എന്റെ റബ്ബിനെ റബ്ബ് പറയുന്നത് ഞാൻ അനുസരിക്കും, എന്റെ റബ്ബ് എന്നോട് എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ റബ്ബിന് എന്നിൽ നിന്ന് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അതിനുവേണ്ടി എന്റെ റബ്ബിനെ തൃപ്തിയാക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഞാൻ ശ്രമിക്കും. അതായത് അള്ളാഹു നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ചിട്ട് നമുക്ക് തിരിച്ചൊരു ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹിദായത്തിനുള്ള ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ നന്ദി കാണിക്കേണ്ട അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, അൽഹംദുലില്ലാ ജീവിച്ചിട്ട് കൂടിയാണ്. എന്റെ റബ്ബിന്റെ ഏറ്റവും നല്ല തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത്രയും എന്റെ റബ്ബ് എനിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്റെ റബ്ബിന് എനിക്ക് എന്റെ ജീവിതം വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്തായിരുന്നു, എന്നെ സ്ഥിരമായിട്ട് ആ പ്രയാസത്തിൽ ഇടായിരുന്നു. പക്ഷെ ഇങ്ങനെ നന്ദി എനിക്ക് ഇത്രയും അനുഗ്രഹം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന് ജീവിതം കൊണ്ട് നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എത്ര ചെയ്താലും നമുക്ക് മതിയാവൂല അല്ലെ. ശരിക്കും നമുക്ക് ഈ ആയത്തിലുള്ള ലെസൺസിലേക്ക് നോക്കാം, 2 ആയത്തിലുള്ള. ഓക്കെ, അപ്പൊ ഒന്നാമത്തത്, നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുമ്പോൾ, ഇവിടെ ബനി ഇസ്രായേൽ വല്ലാത്തൊരു അഹങ്കാരത്തോട് കൂടിയുള്ള ഡിമാൻഡ് ആയിരുന്നു അല്ലെ. അള്ളാനെ നമ്മൾ കാണട്ടെ എന്നാലേ വിശ്വസിക്കുള്ളൂ. അപ്പം അതിനുള്ള പണിഷ്മെന്റും വരും. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത്, ബനി ഇസ്രായേലിന്റെ അഹങ്കാരവും വിഡ്ഢിത്തവും ഒരേപോലെയാണ്, രണ്ടും ഒരേപോലെ നിൽക്കുന്ന കാര്യങ്ങളാണ്. മൂസ അലൈഹിസ്സലാം അവരുടെ മെസ്സഞ്ചർ ആണെന്ന് അവർക്ക് നല്ല വൃത്തിക്ക് അറിയാം അല്ലെ. അവർക്ക് വേണ്ടി വന്ന നബിയാണെന്ന് അവർക്ക് അറിയാം. കാരണം അവർക്ക് വേണ്ടി അത്രയും കാര്യങ്ങൾ മൂസ അലൈഹി സ്വലാം ചെയ്തിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ മൂസ അലൈഹി സ്വലാം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് അറിഞ്ഞിട്ടും അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മൂസ അലൈഹി സ്വലാമിന്റെ കൂടെ ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തിയിട്ടും അല്ലെ, എന്നിട്ടും അവർക്ക് വിശ്വാസം ആവാണ്ട് അവർ ഡിമാൻഡ് ചെയ്യാണ് നമുക്ക് അള്ളാനെ കാണണം. അപ്പം ഇങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ വെക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഒന്ന് കാണട്ടെ, തെളിവൊക്കെ ഒന്ന് കാണട്ടെ, ദൈവം ഉണ്ടെന്നൊന്ന് ഞാൻ കാണട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. അവരുടെ വിചാരം അവർ ഭയങ്കര ബുദ്ധിയുള്ളവരായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത്രയും തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചുറ്റും വാരി വിതറിയിട്ടുള്ളപ്പോൾ, അള്ളാഹു ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ ദൃഷ്ടാന്തങ്ങളും, അള്ളാഹുവിന്റെ മഹത്വം കാണിക്കുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും, അള്ളാഹുവിന്റെ സ്നേഹം കാണിക്കുന്ന, അള്ളാഹുവിന്റെ കെയർ കാണിക്കുന്നത് നമ്മളെ ചുറ്റും ഉണ്ടാവുമ്പോൾ, ബുദ്ധി ഉണ്ടാവാന്ന് പറയുന്നത് അന്ന് അള്ളാഹ് ഉണ്ടെന്നൊന്ന് കാണിക്കട്ടെ എന്നിട്ട് വിശ്വസിക്കാന്ന് പറയലല്ല. ബുദ്ധി ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ട് ഇത് റബ്ബിന്റെ ആയാത്താണ്, ഇത് റബ്ബ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്, അല്ലെങ്കിൽ റബ്ബിന്റെ മഹത്വത്തിന്റെ തെളിവാണ്, റബ്ബിന്റെ കാരുണ്യത്തിന്റെ തെളിവാണെന്ന് മനസ്സിലാക്കലാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരെ വിചാരം അവർ ഭയങ്കര ബുദ്ധി ഉണ്ടായിട്ടാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ അള്ളാഹിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഇത് അഹങ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്.
ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന്മാർക്ക് അഹങ്കാരം തീരെ ഫിറ്റ് ആവൂല അല്ലെ. കാരണം നമ്മൾ അത്രയും അല്ലെ ലോലിയായിട്ടുള്ള താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് ഭൂമിയിലുള്ള ആളുകൾ. നമ്മൾ ആകാശത്തും സ്വർഗത്തിലൊന്നും ജീവിക്കുന്ന ആൾക്കാരൊന്നുമില്ല. നമുക്ക് ഏത് നിമിഷം അള്ളാഹു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യം നമ്മളുടെതൊക്കെ ഉള്ളൂ അല്ലെ. അപ്പം അഹങ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫിറ്റ് ആവൂല. അതുകൊണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെയും അതിന്റെ കൂടെ വിഡ്ഢിത്തത്തിന്റെ. കാരണം വിഡ്ഢിത്തം കൂടുമ്പോഴാണ് നമുക്ക് അഹങ്കാരം വരുന്നത്. എന്തൊക്കെയോ ഞാനാണ്, ഞാൻ കൊണ്ടുവന്നതാണ്, ഞാൻ ചെയ്തതാണെന്നൊക്കെ ഉള്ള വിഡ്ഢിത്തം വരുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും വരുന്നത്. മൂസ അലൈഹി ഇസ്ലാമും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് നമുക്കറിയാം. സൂറത്ത് അറാഫില് 143 ആയത്തില് റബ്ബി അരിനി അൻദുർ ഇലൈക, അള്ളാഹുവേ നീ ഒന്ന് കാണിച്ചു നിന്നെ അല്ലെ, എനിക്ക് നിന്നെ കാണണം. ആ റിക്വസ്റ്റ് മൂസ അലൈഹി ഇസ്ലാം ചെയ്തപ്പോൾ മൂസ അലൈഹി ഇസ്ലാം സ്നേഹത്തിന്റെ പുറത്ത്, ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത്, ഈമാന്റെ പുറത്താണ് മൂസ അലൈഹി ഇസ്ലാം ആ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ ബനി ഇസ്രായേൽ എന്താണ്, അവിശ്വാസമാണ് അല്ലെ, അവർക്ക് അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവരുടെ സംശയമാണ്, ഉണ്ടോ ഒന്ന് കാണണമല്ലോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് അവര് ചോദിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ശിക്ഷ കിട്ടിയത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ കാര്യങ്ങളും എവിടെയെങ്കിലും നമ്മളുടെ അവിശ്വാസവും അഹങ്കാരവും വിഡ്ഢിത്തവും കടന്നു വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ നമുക്ക് നമ്മുടെ തെറ്റുകൾ പുറത്തു തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിസൾട്ടിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നമസ്കാരങ്ങൾ എത്രത്തോളം ഫാൾട്ടി നമസ്കാരങ്ങളാണ്. ചിലപ്പോൾ അങ്ങോട്ട് എടുക്കാൻ ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള നമസ്കാരങ്ങളാണ് അല്ലെ. ശരിക്കും അത് നമ്മൾ ചെയ്തു വെക്കുന്ന പ്രവൃത്തിയാ. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന ശിക്ഷ നമുക്ക് അപ്പൊ തന്നെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇനി വരാതെ തന്നെ നമ്മളുടെ നമസ്കാരത്തിന് ശേഷം പറയുന്ന ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പുറത്തു തന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഓരോ അമല് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ അതിനെത്ര നന്ദി കാണിക്കണം അല്ലെ. കാരണം ആ അമല് ഫാൾട്ടി ആയതിന്റെ പേരിൽ, ആ അമല് കൊള്ളരുതാത്ത അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ലെവൽ ഇല്ലാത്തതായതിന്റെ പേരിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ ശിക്ഷിക്കാം. അമലിന്റെ കാര്യം, തിന്മയുടെ കാര്യത്തിലേക്ക് ഞാൻ പോണില്ല. തിന്മയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരണക്കേട് കാണിക്കുമ്പോൾ അള്ളാഹ്ക്ക് അപ്പൊ തന്നെ നമ്മളെ ശിക്ഷയൊക്കെ അല്ലെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാണ്, അതിൽ നിന്ന് നമ്മളെ സേവും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സുമ്മ ബഅസ്നാക്കും മിൻ ബഅദി മൗതിക്കും ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പം നിങ്ങളെ ഞാൻ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ചു, നിങ്ങൾക്ക് വീണ്ടും അവസരം തരുകയാണ് അല്ലേ. തെറ്റ് ചെയ്തു, ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാൻ വീണ്ടും അവസരം തന്നിരിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. നമുക്ക് ഓരോരുത്തർക്കും അല്ലെ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടിനും എല്ലാ ശ്രദ്ധക്കും ഒക്കെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷം നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലഅല്ലക്കും തഷ്കുറൂൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോ തിന്മ ചെയ്ത് കഴിഞ്ഞ് തിരിയുമ്പോഴും അപ്പൊ തന്നെ നമ്മളെ പിടിക്കാതെ നിനക്ക് കുറച്ചും കൂടെ സമയമുണ്ട്, നീ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വായോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം എന്ന് ആലോചിക്കുക. ബനി ഇസ്രായേല് അവരുടെ കയ്യിലിരിപ്പുണ്ട്, അവരെ എണ്ണം കുറഞ്ഞു വരാം അല്ലെ. മൂസ അലൈഹി ഇസ്ലാം ഫിറഔനിൽ നിന്ന് രക്ഷിച്ച് ഈ പശുക്കുട്ടിയുടെ ഇവന്റ് ഉണ്ടായതിനു ശേഷം ആ ഒരു തൗബയുടെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ കൊല്ലപ്പെട്ടു അല്ലെ. പിന്നെ ഇതാ ഇപ്പം അവരുടെ ഈ ഒരു ഡിമാൻഡ്, ലന്നുഅ്മിനലക ഹത്താ നറല്ലാഹ ജഹ്റ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ ആ ഡിമാൻഡിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊന്നു. അള്ളാഹു അവർക്ക് വീണ്ടും ആയുസ് കൊടുത്തു. നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും നമ്മൾ ഓരോ നിമിഷവും ആലോചിച്ച് നോക്കുക, നമ്മളെ കൊന്നു എന്നുള്ളത് മാത്രം സംഭവിക്കുന്നില്ല എന്നുള്ളൂ അല്ലെ. നമുക്ക് ആയുസ് ഇങ്ങനെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ മരിച്ചു വീഴുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസരം കൂടെ നീ എടുത്തോ, ഈ അവസരം കൂടെ നീ എടുത്തോ. സുബ്ഹാനല്ലാഹ്. ബനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ, ഇത്തരത്തിലുള്ള വലിയ മിസ്റ്റേക്കുകൾ ഒക്കെ ചെയ്തത് അല്ലെ. ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും, ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകളിൽ തുടർന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ അതേ റീസൺ ആയിരിക്കും നമ്മളും അല്ലെ. ഞാൻ പറഞ്ഞു നമ്മള് ബഅദ മൗതിക്കും എന്നുള്ളത് മാത്രമേ നമ്മളൊക്കെ കാര്യത്തിൽ വർക്ക് ചെയ്യാത്തതുള്ളൂ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ബഅസ്ന എന്ന് പറഞ്ഞ പോലെ വീണ്ടും 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 അവസരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെ അവസരം കിട്ടിയിട്ടും അവര് എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തത്, അത് നമുക്ക് എവിടെയെങ്കിലും ബാധകമാണോ നമുക്ക് നോക്കാം.
അവരിങ്ങനെ തെറ്റ് ചെയ്യാനുള്ള കാരണം അവരുടെ മനസ്സുകൾ അപ്പോഴും എന്താണ് എൻസ്ലേവ്ഡ് ആയിരുന്നു, അടിമത്തത്തിലായിരുന്നു. കാരണം അവര് വർഷങ്ങളായിട്ട് അടിമത്തത്തിലാണല്ലേ. ഒരാൾ കുറേ കൊല്ലം അടിമയായിട്ട് ജീവിച്ചിരിക്കുമ്പം, അടിമത്തത്തിലായിരിക്കുമ്പം അയാളെ മെയിൻ കൺസേൺ എന്തായിരിക്കും? ഒരു അടിമയായിട്ടുള്ള ഒരു മനുഷ്യന്റെ കാര്യം. ഓക്കെ, അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ജീവിതം? മുതലാളി എന്താണോ പറയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അപ്പം അയാളെ കൺസേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണോ കുറച്ച് ഫുഡ് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക, അത് കഴിക്കുക അല്ലെ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു അടിമക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലേ, അതിനപ്പുറത്തേക്കൊന്നും കിട്ടൂല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ജോലി എടുക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കുക, അതിൽ നിന്ന് അവർക്ക് ഭക്ഷണം കഴിക്കുക, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സന്തോഷം, വീണ്ടും ജോലി എടുക്കുക, വീണ്ടും പൈസ ഉണ്ടാക്കുക, അതിൽ നിന്ന് എന്താണ് അടിമകൾക്ക് ഒരുപക്ഷെ പൈസയും കിട്ടിക്കൊള്ളുന്നില്ല, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം ഇത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല അല്ലെ. ആ ഒരു രീതിയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. അവർക്കോ ഇല്ല എന്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തണം, ഒന്ന് ജിമ്മിലൊക്കെ പോകണം, ഒന്ന് സ്കിന്നൊക്കെ നല്ലോണം നോക്കിയിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടണം എന്നൊന്നും ചിന്തിക്കാൻ അവർക്ക് പറ്റൂല അല്ലെ. അല്ലെങ്കിൽ ഒന്ന് ലോകമൊക്കെ ഒന്ന് കറങ്ങി കാണണം, എല്ലാ ഡിഫറെന്റ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ. അവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പാറ്റേണിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. രാവിലെ എണീക്കുന്നു, പണിയെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന എന്തൊരു കുഞ്ഞു സന്തോഷമാണോ അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും പണിയെടുക്കുന്നു. അങ്ങനെ ആയി മാറുമ്പം അവര് അങ്ങനെ ഒരു മനുഷ്യന് അങ്ങനെ അടിമത്തത്തിന്റെ ഇതിനകത്ത് പെട്ട് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഗ്രോ ചെയ്യാൻ, അവരുടെ ആത്മീയമായ ചിന്തകളോ മാനസികമായ വളർച്ചയോ ഈ പറഞ്ഞ പോലെ ശാരീരികമായ വെൽനസ്സോ ഒന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ അവരുടെ മനസ്സ് ഇങ്ങനെ മെല്ലെ എന്താണ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ചിന്തിക്കുന്ന കാര്യത്തിൽ നിന്ന് അങ്ങനെ സ്റ്റോപ്പായി പോകും. കാരണം ചിന്തിക്കാൻ അവർക്ക് വകുപ്പില്ല. അപ്പം ഈ ഒരു കാരണത്താലാണ് ബനി ഇസ്രായേൽ എത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുത്തിട്ടും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആളുകളായിട്ട് മാറുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളും ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും, നമ്മൾ ഉൾപ്പെടെ, നമ്മളെ ജീവിതം എന്തിന്റെയൊക്കെയോ പിന്നിലുള്ള അടിമത്തത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൂട്ടം ആൾക്കാർ പഠിക്കുന്നു, ജോലി വാങ്ങുന്നു, കുറേ പൈസ ഉണ്ടാക്കുന്നു, അവരുടെ എന്താണ് ബില്ലുകളൊക്കെ അടച്ച്, പിന്നെ അടുത്ത എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത കാർ വാങ്ങുക, അടുത്ത വീട് വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പാറ്റേൺ, അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വേണം തോന്നും, അടുത്തത് വേണം തോന്നും, ആ പാറ്റേണിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓരോ ആൾക്കാർ അല്ലേ. അപ്പോൾ അവരെന്തിനാണ്? ഈ ലൈഫ് സ്റ്റൈലിന്റെ, പണത്തിന്, അതിന്റെ അടിമകളാണ്. ചിലര് മക്കള് ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കണം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനുവേണ്ടി ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. ആ കാര്യത്തിൽ സന്തോഷം കിട്ടുന്നത് എന്തോ അതിന് വേണ്ടിയിട്ടില്ലേ അവർ ഏതറ്റം വരെയും അത് മാത്രം. അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, അതൊന്നും അവരെ കൺസേണേ അല്ല. ഇത് മാത്രം അവരുടെ ലൈഫിന്റെ പാറ്റേൺ അതാണ്. അതിന് ഈ ഒരു കാര്യത്തില് അടിമത്തമുള്ളവര്. ചിലര് എന്താണ് ഭാര്യ ഭർത്താക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു അടിമത്തം അല്ലെ. അദ്ദേഹത്തിന് എന്താണോ സന്തോഷം അതിന് അതിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും തൃപ്തിപ്പെടുത്തുക, അതിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുക. അവർ ചെയ്യുന്നത് എന്തും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചിലര് വീടുകളുടെ കാര്യം, അല്ലെങ്കിൽ അവർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണോ അതിനെ നന്നായി നോക്കുന്നത്. ചിലർക്ക് കാറായിരിക്കും, വീടായിരിക്കും, അത് ഏറ്റവും ഭംഗിയായിട്ട് നല്ല വൃത്തിയാക്കി വെക്കണം, പോളിഷ് ചെയ്ത് തുടച്ച് മിനുക്കി, അതിനോടുള്ള എൻസ്ലേവ്മെന്റ്, അതിനോടുള്ള അടിമത്തം. ചിലർക്ക് സോഷ്യലൈസിങ് ആയിരിക്കും അടിമത്തം അല്ലെ. ദിവസവും എല്ലാ പാർട്ടികളും പങ്കെടുക്കുക, അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദേഴ്സ് സംഘടിപ്പിക്കുക, അതിനകത്ത് കിട്ടുന്ന സന്തോഷം, അതൊന്ന് കഴിയുമ്പോൾ അടുത്തത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു പാറ്റേണിൽ അതിൽ സന്തോഷം കണ്ടെത്തി അവരുടെ ജീവിതം. ചിലർക്ക് ഫെയിം, പബ്ലിസിറ്റി അല്ലെ, അതിന്റെ പിന്നാലെ അതിനു വേണ്ടി എന്ത് ചെയ്യാം, യൂട്യൂബ്, റീൽസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഒരു ലോകത്ത് അതിൽ കിട്ടുന്ന തൃപ്തി, ആ ഒരു പാറ്റേണിൽ അവരങ്ങനെ കിടന്ന് കറങ്ങും. മറ്റു ചിലർക്ക് അഡിക്ഷൻസ് ആണ്, പലതരത്തിലുള്ള അഡിക്ഷൻസ് അല്ലെ. മരുന്നുകളായിട്ടും ഫോണായിട്ടും അല്ലെ, മോശപ്പെട്ട വീഡിയോസ് കാണുന്നതായിരിക്കും, മൂവീസും റിലേഷൻഷിപ്പുകളും, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള അഡിക്ഷൻ. പിന്നെ എല്ലാവർക്കും പൊതുവേ ഉള്ളത് നഫ്സിനോടുള്ള കാരണം അതിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം അല്ലെ, ഇബ്ലീസിനോടുള്ള എൻസ്ലേവ്മെന്റ്. ഇതിനോട് രണ്ടിനോടും അടിമപ്പെടുക. അങ്ങനെ വെറൈറ്റി അടിമത്തത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മളെല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലൈഫിന്റെ പാറ്റേൺ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ മക്കളെയും, ഇനി വരുന്ന ജനറേഷനെ എല്ലാവരെയും. ആമീൻ. ഈ ഏതെങ്കിലും ഒരു രീതിയിലുള്ള അടിമത്തത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസ്റ്റർ ആരാണോ, എന്താണോ, അതിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ.
നഫ്സിന്റെ അടിമയാണെങ്കിൽ നഫ്സിന്റെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഷെയ്ത്താന്റെ ആണെങ്കിൽ ഷെയ്ത്താനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെ. എന്താണ്, പണമാണെങ്കിൽ അത് ഉണ്ടാക്കി അതിൽ നിന്ന് തൃപ്തി കാണാന്നുള്ളതാണ്. വീടാണെങ്കിൽ വീട് ഭംഗിയാക്കി അതിൽ നിന്ന് തൃപ്തി കാണാന്നുള്ളതാണ്. മക്കളാണെങ്കിൽ മക്കളെ കാര്യം സന്തോഷിച്ച് അതിൽ തൃപ്തി. അങ്ങനെ ഓരോരുത്തരും അല്ലെ എന്തിനാണോ അടിമപ്പെട്ടിരിക്കുന്നത് അതാണ് അവരുടെ ലൈഫ് പാറ്റേണേ. അതാ കറങ്ങി അതിനകത്ത് തന്നെ അവര് നിൽക്കുള്ളൂ. നാളെ എന്താണ്, പരലോകം എന്താണെന്നൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ വേറെ എന്തിലേക്കെങ്കിലും പോവാൻ. അങ്ങനെ ഈ ഒരു സൈക്കിളിൽ അവർ പെട്ടുപോകുമ്പോൾ അവർ സത്യം പറയുകയാണെങ്കിൽ ചിന്തിക്കാൻ മറന്നുപോകും. അവർ സ്വയം തന്നെ മറന്നുപോകും. അവര് ഇതുപോലെ ഇപ്പം പണവും അല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയുള്ള അടിമത്തമാണെങ്കിൽ ചിലർ കുടുംബം തന്നെ മറന്നുപോകും അല്ലെ. ചിലർ ജോലിയിലൊക്കെ മുഴുകിയിട്ടോ എന്റെ വീട്ടിൽ ഒരു ഭാര്യയും കുട്ടികളും ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നുപോകും. സമൂഹം മറന്നുപോകും. അവർ ഫുൾ ടൈം ഇത് പൈസ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിന്റെ പിന്നാലെ ഓടുന്നവരായിരിക്കും. ജീവിതത്തിലെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളും അവർ മറന്നുപോകും. കാരണം അവർക്ക് ഈ ഒരു കാര്യം ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫിഷ്നെസ് ആണ് അവരുടെ ഉള്ളിൽ ഓടുന്നത്. അവരുടെ മനസ്സുകൾ അല്ലെങ്കിൽ ചിന്തകൾ അവരങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നും ഉണ്ടല്ലോ ഇല്ലല്ലോ. ഇതിന്റെ പിന്നാലെ അങ്ങനെ ഓടിയാൽ മതിയല്ലോ അല്ലെ. നമുക്ക് റൂട്ട് മാറ്റണമെങ്കിലല്ലേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ പോകുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിക്കൊടുത്താൽ മതിയല്ലോ. സുബ്ഹാനല്ലാഹ്. മോഡേൺ സ്ലേവറി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ അടിമത്തം എന്ന് പറയുന്നത് നമുക്കറിയാം ഗാഡ്ജറ്റ്സ് അല്ലെ. ഇപ്പോഴത്തെ ഡിവൈസസ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനോട് അടിമപ്പെട്ടിട്ടുള്ളവരാണ്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഞാനും നിങ്ങളും ഒക്കെ അല്ലെ. അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മളെ വീട്ടിലെ പലരും അല്ലെ, നമ്മുടെ കുടുംബങ്ങളിലെ പലരും. അപ്പം അതുവഴി കിട്ടുന്ന സന്തോഷങ്ങൾ അതിന്റെ പിന്നാലെ ഓടുന്നവരാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധയില്ലാതെ കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ അള്ളാഹു സുബ്ഹാനത്തലയ്ക്കാണ് അടിമത്തമെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെങ്കിൽ ഇതേ കാര്യം നമ്മൾ എന്താക്കും, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിലേക്ക് തിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ഞാൻ ആരുടെ അടിമയാ ശരിക്കും. സംഭവം ഞാൻ അള്ളാഹുവിന്റെ അടിമയാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഫുൾ ടൈം എന്ത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി, എന്തൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്റെ അടിമത്തം എവിടെന്നെങ്കിലും ഒന്ന് മാറിപ്പോയോ. ചിലപ്പം ഭക്ഷണത്തിനോടും അടിമത്തം ഉണ്ടാവാട്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് പറയാം, ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ച് അത് പറയാനുണ്ട്. അപ്പം അള്ളാഹു അല്ലാതെ എന്തിനോടെങ്കിലും നമ്മൾ അടിമത്തം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന സാധനം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും. മൈൻഡ് സ്റ്റോപ്പ് ആവും, ബ്രെയിൻ സ്റ്റോപ്പ് ആവും. പിന്നെ അതൊന്നും ഫങ്ഷൻ ചെയ്യേയില്ല. പിന്നെ നമ്മളിങ്ങനെ ഒരു റിമോട്ടിൽ പോണ പോലെ കാര്യങ്ങൾ നടക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ അമൽ ചെയ്യുന്നുണ്ടോ, ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, ഒക്കെ ചെയ്യണ്ടോ, അതൊക്കെ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അല്ലെ എവിടെയോ നമ്മളെയൊക്കെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മളുടെ ഇബാദത്തുകൾ. നമ്മളെ ചിന്തകൾ സ്റ്റോപ്ഡ് ആണ്. കാരണം നമ്മൾ ശരിക്കും പറയുമ്പോൾ അള്ളാഹുവിന്റെ അബ്ദാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും വേറെ എന്തിനോടൊക്കെയോ ആണ് നമ്മളുടെ എൻസ്ലേവ്മെന്റ്, നമ്മളുടെ അടിമത്വം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ശരിയായ ഉബൂദിയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. റബ്ബിന്റെ അടിമകൾ മാത്രമായിട്ട് മാറാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ, ഏറ്റവും ഉത്തമരായ അടിമകളായിട്ട്. അങ്ങനെ നമ്മൾ ചിന്തയും മൈൻഡും ബ്രെയിനും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പലതും ഇതുപോലെ വിഡിത്തമായിരിക്കും. നമ്മൾ പലതും കാണൂല, പല അനുഗ്രഹങ്ങളും കാണൂല, അഹങ്കാരങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ്. ഏതോ ഒരു ലെവലിൽ നമ്മളും എവിടെ കണക്റ്റഡ് ആണ് അല്ലെ, ബനി ഇസ്രായേലിന്റെ ഈ ഒരു അഹങ്കാരത്തിനോട്, ബനി ഇസ്രായേലിന്റെ ഈ ഒരു വിഡിത്തങ്ങളോട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ആയത്ത്, وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَى كُلُوا مِنْ طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ. നിങ്ങൾക്ക് നാം മേഘതണൽ നൽകുകയും മന്നയും കാടപക്ഷികളും ഇറക്കി തരികയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് നാം നിർദ്ദേശിച്ചു. അവർ എന്നിട്ടും നന്ദികേട് കാണിച്ചവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. അവർ അവർക്ക് തന്നെയാണ് ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വദല്ലൽന, വ എന്ന് വെച്ചാൽ ആൻഡ്, അടുത്ത കാര്യം പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത കൊടുത്ത അനുഗ്രഹം. ദല്ലൽന എന്ന് പറഞ്ഞാല് നാം തണലാക്കി. ദില്ല എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഷെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മറയ്ക്കുക, ഒക്കെ കംപ്ലീറ്റ് മറച്ചിട്ട് തണൽ കൊടുക്കുന്നതിനാണ്. അങ്ങനെ നാം അള്ളാഹു എന്താക്കി തണൽ നൽകി. അലൈക്കും നിങ്ങളുടെ മേൽ, അൽ ഗമാമ
മേഘത്തെ. വ അൻസൽന വ again അടുത്തൊരു കാര്യം പറയാണ്. ആൻഡ് അൻസല അല്ലെങ്കിൽ ഇറക്കി. ഓക്കെ, നസല അൻസല നാം. അപ്പം നാം ഇറക്കി തരികയും ചെയ്തു. അലൈക്കും നിങ്ങളുടെ മേൽ അൽ മന്ന മന്ന. ഓക്കെ, മന്നയും വസൽവ സൽവയും. ഓക്കെ, കാടപ്പക്ഷി എന്ന് നമ്മൾ ട്രാൻസ്ലേഷൻ കാണാറുണ്ട്. കുലു നിങ്ങൾ എല്ലാവരും കഴിക്കുവിൻ മിൻ ത്വയ്യിബാത്തി നല്ലതിൽ നിന്ന്. ഓക്കെ, മിൻ നിന്ന്, ത്വയ്യിബയുടെ പ്ലൂറലാണ് ത്വയ്യിബാത്ത്. അപ്പൊ നല്ലവയിൽ നിന്ന്. തോ യ ബ റൂട്ട്. മാ റസഖ്നാക്കും യാതൊന്ന് നാം നിങ്ങൾക്ക് നൽകിയോ. മാ എന്ന് പറഞ്ഞാൽ ഏതൊന്ന്, റസഖ റിസ്ക് തരാ. ഓക്കെ, നൽകി. നാ നമ്മൾക്കും നിങ്ങൾക്ക്. മാ റസഖ്നാക്കും. വമാ ളമൂന വമാ വീണ്ടും ആൻഡ് എന്ന് പറയാണ്. മാ അല്ല, ളമു അവർ അവർ അതിക്രമം ചെയ്യുക. അപ്പൊ മാ ളമു എന്ന് പറഞ്ഞാൽ അവർ അതിക്രമം ചെയ്യുന്നില്ല. നാ നമ്മളോട്, അതായത് അള്ളാഹുവിനോട് അവർ അതിക്രമം ചെയ്യുന്നില്ല. വലാക്കിൻ പക്ഷെ, മറിച്ച് അവരാരോടാണ്? ക്യാനു അവർ ആയിരുന്നു, അംഫുസഹും അവരുടെ നഫ്സിനോട് തന്നെ, യദ്ലിമൂൻ അതിക്രമം ചെയ്യുന്നവർ. യാ അവർ, വാവ്നൂൻ. ഓക്കെ, യാ എന്ന് പറഞ്ഞാൽ യദ്ലിമു ആണെങ്കിൽ അവൻ അതിക്രമം ചെയ്തു. യദ്ലിമൂൻ ആയതുകൊണ്ട് വാവ്നൂൻ വന്നതുകൊണ്ടാണ് അവർ അതിക്രമം ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവരോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിച്ചത്. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്ത അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം അവർക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കുന്നുള്ളത് അല്ലെ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ അള്ളാഹ് കൊടുത്തോണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങൾ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇതൊരു സമൂഹത്തിന് കൊടുത്ത കാര്യമാണ് അള്ളാഹു പറയുന്നത്. ഒന്ന് നമ്മളെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഓരോ സമയമുള്ള നമുക്ക് അനുഗ്രഹം തന്ന് നമുക്ക് സമയം തന്നോണ്ടിരിക്കുക അല്ലെ. നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്ന അനുഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുക്കുകൾ എഴുതാൻ മാത്രം ഉണ്ടാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ പറയണ്. റിപ്പീറ്റഡ് ആയിട്ട് അവർ കാണിച്ച അനുസരണക്കേടുകളും പറയാല്ലേ. നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ നല്ല ഹരണ്ട്. ഇത് അവര് ചെയ്തതല്ലേ, നമ്മൾ ചെയ്തതാണെങ്കിൽ ഒരു ദിവസത്തെ തന്നെ ഉണ്ടാവും ഒരു കഥയായിട്ട് എഴുതാൻ. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അപ്പൊ അള്ളാഹു പറയാണ് വദല്ലൽനാ അലൈക്കും, എന്താണ്, ഞാൻ നിങ്ങൾക്ക് തണല് നൽകി. ദല്ലൽന ദോദ് ലാമ ലാമ് ദില്ല് എന്ന് പറഞ്ഞ വാക്കാണ്. ദില്ല് എന്ന് പറഞ്ഞാൽ തണല്. അലൈക്കും നിങ്ങളുടെ മേൽ, അൽ ഗമാമ മേഘങ്ങളെ കൊണ്ട് തണല് നൽകി. ഒമാം എന്ന് പറയുമ്പോൾ വൈൻ മീം മീമാണ്. ഒമാമ് മേഘത്തിനാണ് പറയുന്നത്. അപ്പം അത് രണ്ട് രീതിയിലും പറയുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള മേഘങ്ങൾക്കും ഒമാം എന്ന് പറയും. ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്ന ക്ലൗഡ് എന്നൊന്നുമില്ല. ചെറുതോ വലുതോ മഴമേഘോ എന്ത് വെളുത്ത മേഘോ എന്താണെങ്കിലും അത് ക്ലൗഡ് തന്നെയാണ് അല്ലെ. അപ്പൊ അതുപോലെ ഗമാം എന്ന് പറഞ്ഞാൽ ജനറലി ക്ലൗഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കാണെന്ന് പറയുന്നുണ്ട് അറബിയിൽ. അതേപോലെ തന്നെ ചില എന്താണ് ഭാഷ പണ്ഡിതന്മാര് പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള മേഘമാണ്. അതായത് വെളുത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള, അതായത് നമ്മളെ കാർമേഘം എന്നുള്ളതല്ലാത്ത രീതിയിൽ വെളുത്ത ലൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള മേഘങ്ങളെ മാത്രമാണ് ഗമാം എന്ന് പറയുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. അപ്പം ഞാൻ നിങ്ങൾക്ക് മേഘങ്ങൾ കൊണ്ട് തണല് നൽകി. അൻസൽന അലൈക്കും നിങ്ങളുടെ മേൽ ഇറക്കി. എന്ത്? അൽ മന്ന വസൽവ, മന്നും സൽവയും. മന്നയും സൽവയും നിങ്ങളുടെ മേൽ ഞാൻ ഇറക്കി. ഇത് രണ്ടും പേരുകളാണ് അല്ലെ, മന്നയും സൽവയും എന്ന് പറയുന്നത്. മന്ന എന്ന് പറഞ്ഞാല് അതിന്റെ അറബിക് റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ മീം നൂൻ നൂൻ എന്ന് റൂട്ടാണ്. മീം നൂൻ നൂൻ മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വലിയ ഒരു ഫേവർ കൊടുക്കുക, അതിനാണ് മന്ന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മന്ന അലൈഹി എന്ന് പറഞ്ഞാൽ അവന് ഒരു വലിയ ഫേവർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു വലിയ ബെനിഫിറ്റ് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം, ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുത്തു എന്നൊക്കെയാണ് മന്ന അലൈഹി എന്ന് പറഞ്ഞാൽ. മന്ന ഇവിടെ പറയുന്ന മന്ന എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ബനി ഇസ്രായേലിന് കൊടുത്ത വലിയൊരു ഫേവർ ആയിട്ടുള്ള ഒരു ഫുഡാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ബനി ഇസ്രായേല് കടൽ കടന്ന് പലസ്തീനിലേക്ക് പോകുന്ന വഴിയിലാണ് അല്ലെ. പോകുന്ന വഴിയിൽ അവരിപ്പം ഇവിടെ എന്താണ്, സീന മലയുടെ താഴ്വരയില്, സീന പർവ്വതത്തിന്റെ താഴ്വരയിലാണ് അവര്. ഇതൊരു ഡെസേർട്ട് പോലെ, ഒരു മരുഭൂമി പോലെയുള്ള ഒരു പ്രദേശമാണ് അതല്ലേ. അവിടെ മരുഭൂമി പോലെയുള്ള പ്രദേശമാണെങ്കിൽ, അത് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ അവിടെ എന്തെങ്കിലും ചെടികളോ കായ്കളോ ഫലങ്ങളോ ഉണ്ടാവില്ല അല്ലെ. അവർക്ക് റെസ്റ്റ് ഹൗസ് ഉണ്ടാവോ?
ഹോട്ടലുകൾ ഉണ്ടാവോ? റെസ്റ്റോറന്റ് ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇനി വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോയി വരാൻ വല്ല പെട്രോൾ പമ്പോ അതോ വണ്ടിയോ ഉണ്ടോ? അതും ഇല്ല. അവര് വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു താഴ്വര, ഒരു മരുഭൂ താഴ്വരയിലാണ് അവര് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓപ്പൺ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പോയി ഭക്ഷണം ഒന്നും വാങ്ങിക്കൊണ്ടുതന്നെ ഒരു വകുപ്പുമില്ല അല്ലെ. വെള്ളത്തിനും ഒന്നും ഒരു വകുപ്പില്ല. അവര് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അവര് ഓടി രക്ഷപ്പെട്ടു വന്ന ആൾക്കാരാണ് അല്ലെ. ഇനി അഥവാ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അതിന് എത്ര ദിവസം നിൽക്കാൻ പറ്റും? സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് വെള്ളത്തിനും ഭക്ഷണത്തിനും ഒന്നും യാതൊരു വകുപ്പും ഇല്ല. അവർക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നില്ല അല്ലെ. അവരിങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു ഭൂമിയിലാണ്. സുബ്ഹാനല്ലാഹ്. മരുഭൂമിയിലാണ്. മരുഭൂമി പോലെയുള്ള പരന്ന വിശാലമായി കിടക്കുന്ന ഒരു താഴ്വരയിലാണ് അവര് നിൽക്കുന്നത്. ഒരു കാടായിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ. അവിടെ ഇഷ്ടംപോലെ മരങ്ങൾ ഉണ്ടാവുമായിരുന്നു, അതിന്റെ തണല് കിട്ടുമായിരുന്നു, അതിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ അവർക്ക് എന്ത് തണലാ ഉള്ളത്? ഒന്നുമില്ല അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ അള്ളാഹു എന്ത് കൊടുത്തു അവർക്ക്? മേഘങ്ങളെ അവർക്ക് തണലാക്കി കൊടുത്തു. അവരുടെ നേരെ മുകളിൽ അവർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, സൂര്യനിൽ നിന്നും അല്ലെ ചൂടിൽ നിന്നും ഒക്കെ അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത് അവർക്ക് ഭക്ഷണവും കൊടുത്തു, അതും സ്വർഗത്തിൽ നിന്ന് നേരെ താഴോട്ട് ഇറക്കുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്. മന്നും സൽവയും. മന്നെന്ന് പറയുന്നത് തേൻ പോലെയുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതും മഞ്ഞുതുള്ളി പോലെ. അതായത് ഖത്താദ റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത് മന്നെന്ന് പറയുന്നത് പാലിനേക്കാളും വെളുത്തതും തേനിനേക്കാളും മധുരമുള്ളതുമാണ് എന്നാണ്. മാത്രമല്ല അത് അവരുടെ മേലെ ഇങ്ങനെ മഴ പോലെ വർഷിക്കുന്നത്. അതായത് മഞ്ഞുതുള്ളികൾ. ഇപ്പൊ നമ്മൾ ചില ദിവസം ഈ തണുപ്പുള്ള സമയത്തൊക്കെ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ മഴ പെയ്തിട്ടില്ലെങ്കിലും ഈ ഇലകളുടെ മേലേക്ക് ഒരു നനവ് ഉണ്ടാവും അല്ലെ. അത് എന്താണ്, ഈ രാത്രി ഇറങ്ങുന്ന ഡ്യൂ എന്ന് പറയും. മഞ്ഞുതുള്ളി ഇറങ്ങിയിട്ട് അതിന്റെ ആ ഒരു നനവാണ്. അപ്പം ഇതുപോലെയാണ് ഇവരിലേക്ക് മഞ്ഞ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ മുതലേ അത് ഉണ്ടാവും. ഈ നിലത്തൊക്കെ ഗ്രാസിലും അങ്ങനെ കണ്ട സ്ഥലങ്ങളിൽ നിലത്തൊക്കെ ഉണ്ടാവും. അതിനൊരു നനവ് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പെയ്തിറങ്ങുന്ന പോലത്തെ ഒരു കാര്യമായിരുന്നു. അപ്പം അവർക്ക് വേണ്ടത്രയും കളക്ട് ചെയ്തിട്ട് അവർ കഴിക്കും. എന്തോ ഒരു ഡിസേർട്ട് പോലെയായിരുന്നു അവർക്ക്. അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള, സുബ്ഹാനല്ലാഹ്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഭക്ഷണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വിജനമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇതുപോലെ ഫാൻസി ആയിട്ടുള്ള അല്ലെ ഒരു ഡിസേർട്ട് ഭക്ഷണം കിട്ടാന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ അനുഗ്രഹം അതിനൊക്കെ പറയണ്ടല്ലേ. സൽവ എന്ന് പറയുമ്പം ഉലമാക്കള് പറയുന്നത് അതൊരു തരത്തിലുള്ള ചെറിയ ഒരു പക്ഷിയായിരുന്നു. ഇന്നത്തെ കാലത്ത് കാടയോടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു പക്ഷി. അതിന്റെ മാംസം അതാണ് അവർക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് എവിടെയെങ്കിലും പോയി ക്യൂ നിൽക്കുകയോ അല്ലെ, കുറേ നേരം ഒരുപാട് ക്യൂ നിന്ന് ക്ഷീണിച്ചിട്ടാ കിട്ടിയതെന്നോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് അവരുടെ മേലേക്ക് ആകാശത്ത് നിന്നും മഴ എങ്ങനെ കിട്ടുന്നോ, ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് മഴ കിട്ടുന്നുണ്ട് അല്ലെ, അതുപോലെ അവരിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? മന്നെന്ന് പറയുന്നത്. മന്നും സൽവയും. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടായിരുന്നു. പൈസ ചെലവഴിക്കേണ്ടായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യണ്ടായിരുന്നു. ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് അവർക്ക് ഫുഡ് കിട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. മേഘത്തിന്റെ തണലും മന്നയും സൽവയും ഭക്ഷണമായിട്ട് കൊടുത്തു. കുലു, നിങ്ങൾ കഴിക്കുക. കുലു, ഹംസ കാഫ് ലാം, അക്കല, കഴിക്കുക. ഓക്കെ. നമ്മൾ ഇതിനു മുമ്പ് കുല പഠിച്ചിരുന്നു. ആദം അലൈഹി ഇസ്ലാമിന്റെ സ്റ്റോറിയിൽ എന്താണ്? വകുല മിൻഹ ഹൈസു ശിഅ്തും റഗദ. നിങ്ങൾ കഴിക്കും, നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ. കുല അല്ലെ. ഇവിടെ കുലു, നിങ്ങൾ എല്ലാവരും കഴിക്കുക, നിങ്ങൾ എല്ലാവരും കഴിക്കുക. എന്തിൽ നിന്ന്? മിൻ ത്വയ്യിബാതി, നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെ നല്ലവയിൽ നിന്ന്. ത്വയ്യിബ, ത്വയ്യിബ, ത്വയ്യിബയുടെ റൂട്ടാണ് ത്വയ്യിബാത്ത്. ത്വയ്യിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലീൻ ആൻഡ് ഗുഡ്, നല്ല ശുദ്ധമായ സംശുദ്ധമായിട്ടുള്ളതും നല്ലതായിട്ടുള്ള കാര്യങ്ങളും. ഭക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് ത്വയ്യിബാവുന്നത്? അത് ക്ലീൻ ആയിരിക്കുമ്പം ഹെൽത്തി ആയിരിക്കുന്ന ഭക്ഷണം അല്ലെ. നമ്മൾ കഴിക്കുന്നത് നമുക്ക് അപകടം വലിച്ചു വരുത്തുന്ന ഭക്ഷണം അല്ലാതായിരിക്കുമ്പം, അതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമ്മളെ ശരീരത്തിന് പോഷണം തരുന്ന രീതിയിലുള്ള ഭക്ഷണമാകുമ്പോൾ, ടേസ്റ്റ്, പിന്നെ ലുക്ക് അല്ലെ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സംഭവമാണ് ത്വയ്യിബ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും അവർക്ക് ഇറക്കി കൊടുത്ത ഭക്ഷണം ഇതിലെല്ലാം ചേർന്നതായിരിക്കും അല്ലെ. കാണാനും ഭംഗിയുള്ളത്, നല്ല മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും, ന്യൂട്രീഷ്യസ് ആയിരിക്കും, ശരീരത്തിന് പോഷണം കൊടുക്കുന്നതായിരിക്കും, ഹെൽത്തി ആയിരിക്കും, ക്ലീൻ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ട ഒരു വാക്കാണ് ത്വയ്യിബ. അപ്പൊ കുലു മിൻ ത്വയ്യിബാത്ത്. അപ്പൊ നല്ലവയിൽ നിന്ന് നിങ്ങൾ കഴിച്ചുകൊള്ളൂ.
മാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. റസഖ്ന റാസായിഖാഫ് റിസ്ഖിൽ നിന്നാണ്. റസഖ്ന ആയതുകൊണ്ട് നാം നൽകി എന്ന് വരുന്നു. അപ്പം അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അവരത് കഴിക്കുകയും ചെയ്തു. പക്ഷെ അവര് നന്ദി കെട്ടവരായിരുന്നു. അവരുടെ ഈ കാര്യത്തിലുള്ള നന്ദികേട് നമ്മൾ ഇനിയും കാണും ഇൻഷാ അല്ലാഹ്. എന്താണ് അവർ ചെയ്തത്? വമാ ദ്വലമൂന, അവരുടെ ഈ നന്ദികേട് കൊണ്ട് അവര് വമാ ദ്വലമൂന, എനിക്കൊരു അതിക്രമവും ഉപദ്രവവും അവര് വരുത്തിയിട്ടില്ല. ദ്വലമു ദോദലമീം ദുൽമ, അല്ലെ, ദുൽമ അന്യായം. അവരുടെ ഈ നന്ദികേട് കൊണ്ട് എനിക്ക് ഒരു ഉപദ്രവം വരുത്താൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ വലാഖിൻ, എന്താ സംഭവിച്ചത്? കാനു, അവർ ആയിരുന്നു, അംഫുസഹും യദ്ലിമൂൻ, അവര് സ്വന്തത്തോട് അതിക്രമം ചെയ്തവരായിരുന്നു. അവരോട് തന്നെയാണ് അതിക്രമം ചെയ്തത്. അവര് നന്ദികേട് കാണിച്ചപ്പോൾ അവർ ഉപദ്രവം ഉണ്ടാക്കിയത് അവർക്ക് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആയത്തിലും കൂടെ പഠിച്ചില്ല, ഇന്നക്കും ദ്വലംതും അംഫുസക്കും ബിത്തിഹാദിക്കുമുൽ അഴ്ജൽ, നിങ്ങൾ ആ പശുക്കുട്ടിയെ എടുത്ത് ആരാധന ചെയ്തുകൊണ്ട്, ഷിർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ദ്വലംതും അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിന് തന്നെയാണ് ഉപദ്രവം വരുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു ഉപദ്രവം വരുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബൈബിൾ ഡെപ്പിക്ഷൻ ആണ്. മന്ന എങ്ങനെയാണ് അവർക്ക് ഇറങ്ങിയത്, അവരെങ്ങനെയാണ് മന്ന കളക്ട് ചെയ്തത് എന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിന്റെ ലെസണിലേക്ക് പോവാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലേ, എന്താണ്, തണല് ഒരു ബ്ലെസ്സിങ് ആണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവർക്ക് മേഘത്തിന്റെ തണല് കൊടുത്തു അല്ലെ. നമ്മളോ എല്ലാ സമയവും തണലിലാണ്, ഇപ്പോഴും നമ്മൾ തണലിലാണ് നിൽക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഇതിനെ ഒന്നും വലിയൊരു അനുഗ്രഹമായിട്ടൊന്നും കാണാറില്ല അല്ലെ, വളരെ റെയർ ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോ അവരെ കൊണ്ട് പറഞ്ഞ പോലെ ഫുൾ ടൈം സൂര്യൻ ഇങ്ങനെ നേരെ നമ്മളുടെ മുകളിൽ കത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ചിലപ്പോ കുറേ ദിവസം മഴ പെയ്യുമ്പോൾ ഒന്നൊരു വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ കുറെ ഉണക്കാനുള്ളതും ഒക്കെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം വരാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ സൂര്യന്റെ മുമ്പിൽ ഇങ്ങനെ ഫുൾ ടൈം എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ് എന്ത്? തണല്. അള്ളാഹു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നെയാണിത്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് നഹ്ലില് 81-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാല, അള്ളാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും. അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് എന്തൊക്കെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് തണലിന് വേണ്ടിയിട്ട്? നമുക്ക് ശരിക്കും നമ്മളെ ബിൽഡിങ്ങുകൾ തണൽ തരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു വീടിനകത്തായത് കൊണ്ടാണ് നമ്മൾ തണല്. നമ്മൾ പുറത്താണെങ്കിൽ വെയിൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നോ? ചെടികള്, മരങ്ങള്, മലകള് ഒക്കെ നമുക്ക് തണല് തരുന്നുണ്ട് അല്ലെ. അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ചിത്രത്തിൽ തന്നെ നമ്മൾ കണ്ടത് ഒരു പ്ലെയിൻ ആണ് അല്ലെ, അവിടെ ഒന്നുമില്ല. അവിടെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ നേരെ തലന്റെ മുകളിൽ ഇങ്ങനെ കത്തി ജ്വലിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താണ്, ഒരുപാട് സ്ട്രക്ചേഴ്സ് ആണ്. സുബ്ഹാനല്ലാഹ്. മരങ്ങളായിട്ടും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് തണലിന് എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടീന്റെ ഉള്ളിൽ നമുക്ക് തണലുണ്ട്, നമ്മളെ വീടിന്റെ ഉള്ളുകളിൽ തണലുണ്ട്, ചെടികളും മരങ്ങളും അള്ളാഹു സൃഷ്ടിച്ച പലതിൽ നിന്നും അള്ളാഹു നമുക്ക് തണൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആര് ചിന്തിക്കാനല്ലേ, തണലോ, അതൊക്കെ അനുഗ്രഹമാണോ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു ഇതൊക്കെ നമ്മള് ബനി ഇസ്രായേലിന് അള്ളാഹു അപ്പൊ മേഘം തണൽ കൊടുത്തോലേ നമ്മൾ പറയൂലേ. നമ്മൾ ഈ ആയത്ത് മുമ്പ് പഠിച്ചപ്പോഴൊക്കെ അതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് അള്ളാഹു ഈ തണൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. അടുത്തത്, ഈ മേഘങ്ങള് ആരുടെ കൽപ്പനയ്ക്കനുസരിച്ചാ മൂവ് ചെയ്യുന്നത്? കാരണം അള്ളാഹു അവർക്ക് മേഘത്തിന് തണലാക്കി കൊടുത്തു എന്ന് പറയണെങ്കിൽ അള്ളാഹു അപ്പൊ അവിടെ കൽപ്പിച്ചിട്ട് അവരുടെ മേഘത്തിനോട് വന്ന് പറയണം, നീ അവിടെ ചെന്ന് നിൽക്ക്, അവർക്ക് തണലാക്കി കൊടുക്കുന്നല്ലേ. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘങ്ങളെ കാണുകയാണെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സിൽ കൂടെ അപ്പം പോകേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹ് കൽപ്പിച്ചതാണ് ഈ മേഘത്തിനോട് ഇവിടെ വന്ന് നിൽക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ മേഘത്തിന്റെ ഭംഗി നോക്കുമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു കാർമേഘം വന്ന് നിൽക്കുമ്പോ നല്ല ഇരുണ്ടിന് ആകാശം, ഇപ്പൊ മഴ പെയ്യും തോന്നുന്നു, പഠിച്ചോനെ തിരുമ്പിയത് എടുക്കണല്ലോ അല്ലെ. അതാണ് നമ്മൾ ചിന്തിക്കുക. ഇത് അള്ളാഹ് കൽപ്പിച്ചതാട്ടോ ഈ മേഘത്തിനോട് ഇവിടെ വന്ന് നിൽക്കാന്ന് ആര് ചിന്തിക്കാനല്ലേ. അപ്പൊ അതൊക്കെ തോന്നിയ പോലെ ഒന്നല്ല നടക്കുന്നത്, അള്ളാഹുവിന്റെ കമാൻഡിനനുസരിച്ചാണ്. മേഘങ്ങൾ നീങ്ങുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, മഴമേഘങ്ങൾ മഴ വരുന്നു എന്ന് വിചാരിച്ച മഴ നഷ്ടപ്പെടുമ്പോ അല്ലെ, പെട്ടെന്ന് ഒന്നും പറയാണ്ട് മഴ പെട്ടെന്ന് ഇങ്ങോട്ട് പെയ്തുവിടുമ്പോ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളിൽ പെട്ടതാണ്.
അള്ളാഹുവിന്റെ പവറുകളിൽ പെട്ടതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അതും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ഫുഡ് എന്ന അനുഗ്രഹം. സുബ്ഹാനല്ലാഹ്, അതും അത് വളരെ ഈസി ആയിട്ട് കിട്ടുമ്പോഴുള്ള അനുഗ്രഹം. നമ്മൾ വിചാരിക്കേ നമുക്ക് മന്നയും സെൽവയും പോലെ ഒന്നും ഈസി ആയിട്ട് ഫുഡൊന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ. നമുക്ക് ആലോചിക്കാം എന്താണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നതിന്റെ അവസ്ഥയെക്കുറിച്ച്. മന്നയും സെൽവയും നമ്മൾ അറിയുന്നത് നമുക്കറിയാം, ബനി ഇസ്രായേലിന് വളരെ ഈസി ആയിട്ട് അല്ലെ ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ള ഭക്ഷണമാണ്. നമുക്കും അൽഹംദുലില്ലാ ഈസി ആയിട്ട് തന്നെയാണ് ഭക്ഷണം കിട്ടുന്നത് അല്ലെ. നമ്മൾ പലർക്കും, ഒരു പക്ഷേ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഉച്ചക്കുള്ളൊക്കെ പാക്ക് ചെയ്യാനുള്ളത് ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നാലും ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് സ്ത്രീകൾക്ക് ചിലപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും അടുക്കളയിൽ ചെന്നിട്ട്. പക്ഷേ ഇൻഗ്രീഡിയൻസിലെ ഉള്ളി, തക്കാളി, പുളി ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കെട്ടിയവനെ വിളിച്ചിട്ട് നിങ്ങളോട് എത്ര ദിവസമായി ഞാൻ ഷീട്ട് തന്നിട്ട് സാധനം ഇതുവരെ പുരയിൽ എത്തിയിട്ടില്ല എന്ന് പറയലേ ഉള്ളൂ നമ്മളെ ഡ്യൂട്ടിയിലെ. സാധനം അവര് ഇവിടെ എത്തിച്ചോളും. ഇനി അഥവാ നമ്മൾ വാങ്ങുകയാണെങ്കിലും നമുക്ക് ഒന്ന് 2 നമ്പർ വിളിച്ചിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിലെത്തും. ഇനി ഒന്നും വേണ്ട, നമ്മൾ പോയി വാങ്ങാന്ന് വെച്ചോ, ഷോപ്പിൽ നമുക്ക് പോയി വാങ്ങണം, ആ കഷ്ടപ്പാടും കൂടെ നമുക്ക് ഉണ്ടെന്ന് വെച്ചോ. ഷോപ്പുകളിൽ അത് ഉണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്, ഈ സാധനങ്ങൾ നമുക്ക് വേണ്ടത് കിട്ടാൻ അവിടെ ഉണ്ട്. പലരുടെയും ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഫാമിങ് ചെയ്തിട്ട് അരിയോ എന്തൊക്കെ പച്ചക്കറികളാണോ അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹത്തോടു കൂടി അതൊക്കെ ഉണ്ടായിട്ട് അത് അവിടെ ആ ഷോപ്പിൽ നമ്മളെ കയ്യിൽ നിന്ന് ഉള്ള പൈസ കൊടുത്ത് വാങ്ങാൻ അത് അവിടെ ഉണ്ട്. പക്ഷെ ഇതില്ലാത്തൊരു സമയം നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് പോയി വാങ്ങാൻ പറ്റാതിരുന്ന, പോയി വാങ്ങാൻ ഷോപ്പുകൾ ഇല്ലാതിരുന്ന, വാങ്ങി സ്റ്റോർ ചെയ്ത സാധനം മാത്രം കഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്ന, കോവിഡ്, വെള്ളപ്പൊക്കങ്ങൾ അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും ലിറ്ററലി ആരെങ്കിലും വണ്ടികളിലാക്കിയിട്ട് പാക്കാക്കി കൊണ്ടുവന്നിട്ട് ഒരു ദിവസത്തിൽ ഒരു പാക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് അറിയുന്ന ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അത് ഉണ്ടായ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങളും നമ്മൾ ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഇവിടെ റീസെന്റ് ചെന്നൈയിൽ കഴിഞ്ഞ മാസം പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ താമസിക്കുന്നതിന്റെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് വലിയൊരു കോളേജ് ഉണ്ട്. ഭയങ്കര വലിയ ക്യാമ്പസും ഭയങ്കര അടിപൊളി കോളേജാണ്. ആ കോളേജിന്റെ ആ ഒരു ഏരിയ മൊത്തം വെള്ളം കയറിയിട്ട് ഏകദേശം ഒരു അരയുടെ മേലോളം വെള്ളമാണ്. അപ്പൊ കോളേജിന്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ട് അവിടേക്ക് ഭക്ഷണം എത്താൻ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ഹോസ്റ്റലിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കുട്ടികൾ. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം കംപ്ലീറ്റ് കറണ്ടും വെള്ളവും ഇല്ലാണ്ട് അവർക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന, നമ്മൾ വിചാരിക്കും മന്നയും സെൽവയും നമുക്കില്ലല്ലോ എന്ന്. നമുക്ക് ഇപ്പം കിട്ടുന്ന ഈ അനുഗ്രഹം നമുക്ക് മനസ്സിലാവുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതും അനുഗ്രഹം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ അൽഹംദുലില്ലാഹ് ഈസി ആയിട്ട് അള്ളാഹു തരുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിനെ അപ്രിഷിയേറ്റ് ചെയ്യാം. അത് നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നതിന് മുമ്പേ നന്ദി കാണിക്കുക. അള്ളാഹ്ക്ക് എപ്പോ വേണമെങ്കിലും അല്ലെ. ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ സംഭവിച്ചതാ. സുബ്ഹാനല്ലാഹ്, എപ്പോ വേണമെങ്കിലും അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സുബ്ഹാനല്ലാഹ്, നന്ദി കാണിക്കുക. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ചെറിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെ, ഭക്ഷണം പൊതുവെ നമ്മളിപ്പോഴത്തെ പെൺകുട്ടികളുടെ പ്രശ്നമാണ്, അവർക്ക് ഭയങ്കര ബോറടിയാ. എന്നും ഈ ചോറും കൂട്ടാനും തന്നെയാണ്, എന്നും ഈ പുട്ടും പത്തിരിയും തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അതുണ്ടായിക്കൂടെ, നമുക്ക് ഇത് ഉണ്ടായിക്കൂടെ? വലിയ ലിസ്റ്റാണ്. 1-2 പ്രാവശ്യം ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി അത് വേണ്ടേ. കുറച്ച് നമുക്കുണ്ട് ഈ സൂക്കട, കുട്ടികൾക്ക് മാത്രമൊന്നല്ല അല്ലെ. പെട്ടെന്ന് ബോറടിയാ നമുക്ക്. ബോറടിക്കാൻ പാടില്ല എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ നമുക്ക് കിട്ടുന്നതിനുള്ള നന്ദി നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാം. നമ്മൾ കംപ്ലൈന്റുകളാണോ കൂടുതൽ, അതോ കിട്ടുന്നതിനുള്ള നന്ദിയാണോ കൂടുതൽ? പ്രത്യേകിച്ച് നമുക്ക് ഫുഡ് ശരിക്കും എത്ര നമ്മൾ ഭക്ഷണം പൈസ കൊടുത്ത് വാങ്ങണം, അരിയണം, പിടിക്കണം, ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് ഈ ഒരു അവസ്ഥകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെയാണ് ഫുഡ് കിട്ടുന്നത്. നമ്മളുടെ ഇടയിൽ തന്നെ സുബ്ഹാനല്ലാഹ് ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഉള്ളത് കൊണ്ട് അവരുടെ കയ്യിലുള്ള പൈസ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്താത്തത് കൊണ്ട് ഒരു നേരം അല്ലെങ്കിൽ എന്തൊക്കെയോ ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമുക്ക് ഇതിങ്ങനത്തെ ഒരു പ്രയാസങ്ങളും ഇല്ല അല്ലെ. നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ. ഓരോ വാക്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്ദി കാണിക്കാനുള്ള കാര്യം എടുത്തെടുത്തെടുത്ത് പറയാണ്. സുബ്ഹാനല്ലാഹ്, ഇവരെ നമ്മൾ വിചാരിച്ചത് ബനൂ ഇസ്രായേൽ അവർക്ക് മേഘത്തിന് തണലും കൊടുത്തിട്ടുണ്ട്, അവർക്ക് മന്നയും കൊടുത്തിട്ടുണ്ട്, സെൽവയും കൊടുത്തിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഒരു എന്നാരി ധിക്കാരാ കാണിച്ചേ. നമ്മൾ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം.
പിന്നെ നമ്മൾ പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമയ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പ്രയോജനവും അവൻ ഉൾക്കൊള്ളണം. അള്ളാഹു ഒന്ന് തന്നിട്ടുണ്ടേ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. അതായത് ബനീ ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മന്നയും സൽവയും കൊടുത്തു. എന്നിട്ട് അള്ളാഹു അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ നോമ്പ് നോറ്റോ എന്നാണോ? അല്ല അല്ലേ, കുലു, നിങ്ങൾ കഴിച്ചോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇല്ല നിങ്ങൾ കഴിക്കരുത്, നിങ്ങൾ കൂടുതൽ തഖ്വയുള്ളവരാവുക, നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഇതിൽ നിന്ന് കഴിക്കുകയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തഖ്വയുള്ളവരാകുന്നതിന്റെ അല്ലെങ്കിൽ സ്വാലിഹായ ആളുകളാവുന്നതിന്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് എന്തിനും ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് അടുത്ത ആയത്തിലാണെന്ന് തോന്നുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. എൻജോയ് ചെയ്തോ, പക്ഷെ അവിടെ ഒരു വരയുണ്ടെന്നുള്ളത് മാത്രം. പക്ഷെ എൻജോയ് ചെയ്യണം, നമുക്കത് ഉപയോഗിക്കണം. അള്ളാഹു ഒരു 29-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അള്ളാഹൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, എനിക്ക് ഞാൻ ഭയങ്കര തഖ്വയുള്ള ആളാണ്, എനിക്ക് വളരെ കുറച്ച് മതി. അള്ളാഹു തന്നതാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്കത് ഉപയോഗിക്കാം. അത് ഒഴിവാക്കലല്ല നമ്മളുടെ തഖ്വ എന്ന് പറയുന്നത്. ഓക്കെ, ഹലാലായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാണ്ട് ഫുൾ ടൈം ഞാൻ ഭയങ്കര തഖ്വയുള്ള ഇബാദത്ത് ചെയ്യുന്ന ആളാവലല്ല തഖ്വ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കിയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കുക. അതിൽ നിന്ന് എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് വളരെ കുറച്ച് മതി, എനിക്കൊന്നും ഇല്ലെങ്കിലും ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലകത്ത് എന്തോ മഹത്വപ്പെടുത്തൽ അല്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഡിപ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും ശരിയായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു റീസണും ഇല്ലാണ്ട്, ശരിയായ ഒരു കാരണവും ഇല്ലാതെ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് മാറി നിർത്തുന്നുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അപ്പം ശർഈയായ കാരണത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഈ ശർഈയായ കാരണങ്ങൾ? ഒന്ന്, എന്തായാലും ഹറാമായിട്ടുള്ളത് അല്ലെ, ഹറാമായ സാധനങ്ങൾ നമുക്ക് എന്തായാലും കഴിക്കാൻ പാടില്ല. രണ്ട്, നമ്മൾ നോമ്പ് നോക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. ഈവൻ നോമ്പ് നോക്കുമ്പോഴും നോമ്പും ഓവർ ബർഡൻ ആകാതെ നോക്കണം അല്ലെ. ദിവസം ഒന്നും നോമ്പ് നോക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. ചിലര് അടുപ്പിച്ച് മെനക്കെട്ട് ആരോഗ്യം നോക്കാതെ നോമ്പെടുത്തിട്ട് അവസാനം അസുഖം വരുന്ന അവസ്ഥകളൊക്കെ കാണാറുണ്ട്. അപ്പം ഹറാമായത് ചെയ്യാതിരിക്കുക. നോമ്പ് ഹറാമായ സാധനങ്ങൾ എന്തായാലും നമുക്ക് കഴിക്കാൻ പാടില്ല. നോമ്പ് നോൽക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സാധനം നമ്മുടെ ശരീരത്തിന് പറ്റില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കും, അത് നമ്മുടെ ശരീരത്തിന് ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ദീനിന്റെ ഭാഗമാണ് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് അല്ലെ, നമ്മളുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ദീനിന്റെ ഭാഗമാണ്. കാരണം നമ്മളെ ആരോഗ്യം നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല അബദായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിന് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സൂട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഫുഡ് ഉണ്ട്, എന്തെങ്കിലും അലർജി ഉണ്ട്, അല്ലെങ്കിൽ അത് കഴിച്ചാൽ എനിക്ക് വയറിളകും, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തെറ്റില്ല എന്നല്ല, അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉത്തമം. കാരണം നമ്മുടെ ശരീരത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്, കെയർ ചെയ്യേണ്ടത് നമ്മളുടെ ദീനിന്റെ ഭാഗമാണ്. പിന്നെ അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പോഴെങ്കിലും ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു മര്യാദയുടെ ഭാഗമായിട്ട് നമുക്ക് ചില സാധനങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാം. ഉദാഹരണം പറയാം, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു വിരുന്നൊക്കെ പോയി നോക്കാം, അവർ ടേബിളിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കുറച്ച് പീസ് കേക്ക് വെച്ചിട്ടുണ്ട്, അവസാനത്തെ ഒന്നും ബാക്കിയുണ്ട്. എൻ്റെ അടുത്തുള്ള ആൾക്കും അതെടുക്കണം, എനിക്കും അതെടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്, തീർക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ, പക്ഷെ അടുത്തുള്ള ആളും ഇത് എടുക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ നമ്മൾ അവരോടുള്ള മര്യാദയുടെ ഭാഗമായിട്ട് എടുക്കാതിരിക്കുക, അവരത് എടുത്ത് കഴിച്ചോട്ടെ. പക്ഷെ നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതങ്ങ് എടുത്ത് കഴിച്ചാട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ടാവും അല്ലെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ അത് ഒഴിവാക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അല്ല അല്ലല്ല, അതെനിക്ക് ഹലാലായ ഭക്ഷണമല്ല, ഞാൻ എടുത്ത് കഴിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാളും ഉത്തമം അവരോട് കാണിക്കുന്ന മര്യാദയുടെ ഭാഗമായിട്ട് മാറി നിൽക്കലാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്.
ഏത് സാഹചര്യങ്ങളിലാണ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ശർഈയായിട്ടുള്ള കാരണങ്ങൾ, ഹറാമായിട്ടുള്ള ഭക്ഷണം നോമ്പെടുക്കുമ്പോൾ ഒഴിവാക്കാം. 2, നമ്മുടെ ശരീരത്തിന് ഉപദ്രവകരമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള, കാരണം ചിലരെ ശരീരത്തിന് മോശമുള്ളത് വേറെ ചിലർക്ക് അങ്ങനെ ആവില്ല. അപ്പൊ ഓരോരുത്തർക്കും അറിയാം എന്റെ ശരീരത്തിന്, എന്റെ രോഗങ്ങൾക്ക് എന്താണ് പറ്റുന്നത്, എന്താണ് പറ്റാത്തത്. അതിൽ നിന്ന് മാറി നിൽക്കുക. 3, ഇതുപോലെ മറ്റുള്ളവരോടുള്ള ഒരു മര്യാദ കാണിക്കുന്നത്. ആർക്കെങ്കിലും വേണം എന്ന് തോന്നുന്ന ഒരു ഭക്ഷണം ഞാൻ കാരണം അത് അവർക്ക് നഷ്ടപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം. അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് മര്യാദ കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ചിലപ്പോൾ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ടാവും. അല്ലാ, 3 ആൾക്കാർക്ക് തിന്നാനുള്ളല്ലോ, എന്നാ ഞാൻ തിന്നുന്നില്ല, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. അതൊക്കെ ഫൂളിഷ്നെസ് ആണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് എടുത്ത് കഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കുലൂ മിൻ ത്വയ്യിബാത്ത്, നമുക്ക് കഴിക്കാം അല്ലെ, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണത്. ത്വയ്യിബാത്ത് എന്ന് പറയുന്നത് എന്താണ്? നല്ലത്, ഹെൽത്തി ആയിട്ടുള്ളത്, ന്യൂട്രീഷൻ, നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നത്, പ്രയോജനപ്രദമായിട്ടുള്ളത്, ഉപദ്രവകരമല്ലാത്ത ഭക്ഷണം. ഒരാള് അൺഹെൽത്തി ഫുഡ് അല്ലെ, നമുക്ക് വളരെ മോശപ്പെട്ട ഒരുപാട് ഓയിലി ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള ഫുഡ് അത് ഒഴിവാക്കുകയാണെങ്കിൽ അതെന്താണ്? ഒഴിവാക്കുക തന്നെ വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കുലൂ മിൻ ത്വയ്യിബാത്ത് എന്നാണ് അല്ലെ. ഇല്ലില്ല, അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, കഴിച്ചേ മതിയാവും. ഇല്ല, അത് ദോഷാണെന്ന് പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹം. എന്താണ് അള്ളാഹു കഴിക്കാൻ പറഞ്ഞത്? എന്താണ്? കുലൂ മിൻ ത്വയ്യിബാത്ത് ആണ് അല്ലെ, നല്ലതിൽ നിന്ന് കഴിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അൺഹെൽത്തി ആണെന്ന് ഉറപ്പായിട്ടുള്ള, ഓയിൽ ഉണ്ടെന്ന് ഉറപ്പുള്ള, നമുക്ക് തടിക്ക് കേടുണ്ടാവും ഉറപ്പുള്ള ഭക്ഷണം കാണുമ്പോൾ അള്ളാഹിന്റെ അനുഗ്രഹമാണ് കഴിക്കി എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ചിലരുണ്ട് ഇപ്പം കോക്ക് കുടിക്കുമ്പോൾ ഇല്ല അത് ഹറാമാണ്, അത് കഴിക്കാൻ പാടില്ല, അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. ഹറാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ചിലപ്പം അൺഹെൽത്തി ആയിരിക്കും, അത് തടിക്ക് ഉണ്ടാക്കുമായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ ഓക്കെ, അവർ കഴിക്കുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അൺഹെൽത്തി ആണ് കഴിക്കരുതെന്ന്. പക്ഷെ അതിന് ഹറാമാണെന്ന് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓക്കെ, മോശപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് കഴിക്കാതിരിക്കുക. മറ്റുള്ളവരോടൊക്കെ ഇത് കഴിക്കുന്നത് ദോഷമാണെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് ഹറാമാണ്, നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ നിയമത്തിനെ വളച്ചൊടിക്കാനും നമുക്ക് അനുവാദമില്ല. ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചോട്ടെ, പക്ഷെ കാര്യം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഒന്ന് കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഓവറാക്കാതിരുന്നാൽ മതി. അപ്പം നമ്മളെ ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശർഈയായ നിയമങ്ങളിൽ പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ കുലൂ മിൻ ത്വയ്യിബാത്ത്, നല്ലവയിൽ നിന്ന്. നല്ലത് ത്വയ്യിബാത്തിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടതാണ് അല്ലെ, എന്തൊക്കെയാണ് ത്വയ്യിബ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കഴിക്കാതിരിക്കരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്ന ഈ ഭക്ഷണം ഇത്രയും ഈസി ആയിട്ട് കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ അവസാനം മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരാള് നന്ദികേട് കാണിക്കുമ്പോൾ അയാള് ആരെയാണ് ഉപദ്രവിക്കുന്നത്? വമാദലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവന് തന്നെയാണ് ഉപദ്രവം ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ നന്ദികേട് കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പറയും, ഇത് ഞാൻ കാണിക്കുന്ന നന്ദികേടല്ലേ എന്ന്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഒരു ബ്ലേഡ് എടുത്തിട്ട് നമ്മളെ കൈ ഇങ്ങനെ മുറിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇതാ ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യൂല അല്ലെ. കാരണം അത് നമുക്ക് നല്ല വേദന ഉണ്ടാക്കും. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും, അത് ഓരോ നന്ദികേടുകളും, അത് നമ്മളോട് തന്നെയാണ് ഏറ്റവും വലിയ ഉപദ്രവമായിട്ട് ചെയ്യുന്നത്. നമ്മളോട് തന്നെ ചെയ്യുന്ന അതിക്രമമാണ്. അത്രയാണ് ഈ ആയത്തുകളിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലുള്ള ലെസൺസ് എല്ലാം ശരിയായ രീതിയിൽ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.